ഇന്ന് കിട്ടേണ്ട അനുഗ്രഹം 10 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന്. ഇപ്പം നമ്മുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉടനെ അനുഗ്രഹം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച ഉടനെ നമുക്ക് മോചനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സങ്കടം മാറാത്തത്? 2 മാസം കൊണ്ട് പോകേണ്ടത് 40 വർഷമെടുത്തു. കാരണം എന്തായിരുന്നു? അവർ ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കാതെ മറുതലിച്ച് ഇങ്ങനെ പിണങ്ങി ദൈവത്തോട് മത്സരിച്ച് ഇങ്ങനെ കാലം കഴിച്ചു. സ്നേഹമുള്ളവരെ, 2 മാസം കൊണ്ട് കിട്ടേണ്ടത് 40 വർഷമെടുക്കും. 23-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കുന്ന പെണ്ണ് 35-ാമത്തെ വയസ്സിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 24-ാമത്തെ വയസ്സ് ജോലി കിട്ടേണ്ട മകന് 40-ാമത്തെ വയസ്സായിട്ടും ജോലി കിട്ടിയിട്ടില്ല. ഇങ്ങനെ നടക്കുക. കാനാൻ ദേശത്ത് ആ മരുഭൂമി കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ മരുഭൂമി തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അനുഗ്രഹം പ്രാപിച്ച ജനതയായിട്ട് മാറണം നമുക്ക് ഈ ദിവസങ്ങളിൽ. ഇനി ഇങ്ങനൊരു കറക്കം വേണ്ട, ഇനി ഇങ്ങനൊരു ചുറ്റല് വേണ്ട. കർത്താവേ, അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങൂ എന്ന് ഉറപ്പിച്ചിട്ടിരിക്കാം ഇന്ന് രാത്രിയിൽ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, നിങ്ങളിത് പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും വഴിമുട്ടി തന്നെ പോവുക. നിങ്ങൾ കുമ്പസാരം നാളെ എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനിരിക്കുന്ന അനുഗ്രഹവും നാളേക്കായി മാറുക. നാളേക്കായിട്ട് മാറുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, നമ്മൾ വേറൊന്നും വേണ്ട പ്രിയം. നിങ്ങൾ ഒരുപക്ഷെ വിവാഹ ജീവിതം നയിച്ചവർ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഈ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൂദാശയായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം, ഒരുമിച്ച് സഹിച്ചു കൊള്ളാമെന്നൊക്കെ. അതിന്ന് ഒരുമിച്ചാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം ഈ തുണി ഇങ്ങനെ ഇട്ടേക്ക് നടക്ക് നമ്മൾ തലയിട്ട് ഇടും ഇല്ലേ? ഇതൊരു വ്യത്യസ്തമല്ലേ? നമ്മൾ പൊട്ട് വെക്കുവോ? മിണ്ടുന്നില്ല. ഈ വ്യത്യസ്തത ദൈവം കണ്ടതാണ്. ഇസ്രായേലേ എന്ന് ദൈവം വിളിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയാ ഇസ്രായേലേ എന്ന് വിളിച്ചത്. അത് ആ പുതുമ കണ്ടിട്ടാണ്. പ്രിയമുള്ളവർ, നമ്മുടെ പൂർവികര് അടിമകളായിരുന്നേ. ദൈവം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാ നമ്മളെ ഇങ്ങോട്ട് ആ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ചരിത്രം എങ്ങനെയാ പറയുന്നത്? ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകാൻ 2 മാസം മതിയെന്നാ കേട്ടിട്ടുള്ളത്. 2 മാസം നടന്നു പോയാൽ 2 മാസം കൊണ്ട് കാനാനിലെത്തും. പക്ഷെ എത്ര നാളെടുത്തു അവിടെ എത്താൻ? 40 വർഷം എടുത്തന്നേ. 2 മാസം കൊണ്ട് നടന്നെത്തേണ്ട സ്ഥലത്ത് 40 വർഷം എടുത്തു എന്ന് ഓർക്കുമ്പം ആ ജനത എന്തായിരുന്നു ഓർക്കണം. അതായത് ഇന്ന് കിട്ടേണ്ട അനുഗ്രഹം 10 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന്. ഇപ്പം നമ്മുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ, അതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉടനെ അനുഗ്രഹം ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ച ഉടനെ നമുക്ക് മോചനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സങ്കടം മാറാത്തത്? 2 മാസം കൊണ്ട് പോകേണ്ടത് 40 വർഷമെടുത്തു. കാരണം എന്തായിരുന്നു? അവർ ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കാതെ മറുതലിച്ച് ഇങ്ങനെ പിണങ്ങി ദൈവത്തോട് മത്സരിച്ച് ഇങ്ങനെ കാലം കഴിച്ചു. സ്നേഹമുള്ളവരെ, 2 മാസം കൊണ്ട് കിട്ടേണ്ടത് 40 വർഷമെടുക്കും. 23-ാമത്തെ വയസ്സിൽ കല്യാണം നടക്കുന്ന പെണ്ണ് 35-ാമത്തെ വയസ്സിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 24-ാമത്തെ വയസ്സ് ജോലി കിട്ടേണ്ട മകന് 40-ാമത്തെ വയസ്സായിട്ടും ജോലി കിട്ടിയിട്ടില്ല. ഇങ്ങനെ നടക്കുക. കാനാൻ ദേശത്ത് ആ മരുഭൂമി കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ മരുഭൂമി തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അനുഗ്രഹം പ്രാപിച്ച ജനതയായിട്ട് മാറണം നമുക്ക് ഈ ദിവസങ്ങളിൽ. ഇനി ഇങ്ങനൊരു കറക്കം വേണ്ട, ഇനി ഇങ്ങനൊരു ചുറ്റല് വേണ്ട. കർത്താവേ, അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങൂ എന്ന് ഉറപ്പിച്ചിട്ടിരിക്കാം ഇന്ന് രാത്രിയിൽ. അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടേ പോകൂ. ആ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ മതി. ഇങ്ങനെ വിരലെടുത്ത് വെച്ച് കാണിക്കാൻ പറ്റുന്ന 10 കാര്യങ്ങൾ ചെയ്യണ്ട. ഇങ്ങനെ നമ്മുടെ മുഴുവൻ അനുഗ്രഹവും ഈ 2 കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആ 10 കാര്യേ പറഞ്ഞോളൂ. പക്ഷേ
അത് നമുക്ക് എഴുതി തന്നപ്പോഴോ നമ്മൾ കരുതി അതിനകത്തൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നു, അല്ലേ? കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, പിന്നെ അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം ഈ അരുത് അരുത് അരുതെന്ന് കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇല്ല ഭീഷണിയാണെന്ന്. അങ്ങനെ നമ്മൾ ഇതുവരെയും കൽപ്പന കേട്ടോണ്ടിരുന്നേ, അല്ലേ? ഇത്രയും കാലം നമ്മൾ കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, എന്തോ ഒരു ഭീഷണി ഇല്ലേ അതിനകത്ത്. പക്ഷെ അത് ഇങ്ങനൊന്ന് കേട്ടു നോക്കേ, കൊല്ലല്ലേ, വ്യഭിചാരം ചെയ്യല്ലേ, കള്ളസാക്ഷ്യം പറയല്ലേ, ഇങ്ങനെ കേട്ടൂടെ? അങ്ങനെ കേട്ടാൽ ദൈവത്തോട് കുറച്ചും കൂടെ നമുക്കൊരു വൈകാരികമായ സ്നേഹം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വലത് കരമർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, അങ്ങനെ നമുക്ക് കേൾക്കാം, കൊല്ലല്ലേ, വ്യഭിചാരം ചെയ്യല്ലേ, അന്യന്റെ ഭാര്യയെ മോഹിക്കല്ലേ, ഇല്ലേ? ഇങ്ങനെ കേൾക്കാം നമുക്ക് ഈ കൽപ്പന. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുക, എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. 2 തെറ്റുകൾ ചെയ്തെന്നാ ദൈവം പറയുന്നേ. ഒന്ന്, ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. പിന്നീടോ, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിൽ വന്ന് ജീവജലത്തിന്റെ ഉറവയായ അനർഗളമായിട്ട് ഒഴുകുന്ന ജീവജലത്തിന്റെ ഉറവയൊഴുകുന്ന ഇടവാ, ഇതിനെ ഉപേക്ഷിച്ചു. എന്നിട്ട് പൊട്ടക്കിണറുകൾ, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത. പൊട്ടക്കിണറിന്റെ പ്രത്യേകത എന്താ? ജലം നിൽക്കില്ല. എത്ര ജലം വന്നാലും ജലം ആ സെക്കൻഡിൽക്കുള്ളിൽ തവിഞ്ഞു പോകും. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തുവെന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, ജീവജലത്തിന്റെ ഉറവയായ അവനെ എപ്പോഴാണ് നമ്മൾ ഉപേക്ഷിച്ചത്? എപ്പോഴാണ് ഉപേക്ഷിച്ചത്? ഇന്ന് നമ്മുടെയൊക്കെ കുരിശടികളിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില ഫോട്ടോസ് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ തിരുഹൃദയത്തിൻ്റെ ഒക്കെ പടവും മാതാവിൻ്റെ പടവും ഒക്കെ കൊണ്ട് കുരിശടി വെച്ചേക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടല്ലേ? ആരാ അത് കൊണ്ടുവയ്ക്കുന്നത്? മാതാവിൻ്റെ കൊന്തയും, മാതാവിൻ്റെ ജപം ചൊല്ലിയ കൊന്തയും, മാതാവിൻ്റെ ഫോട്ടോയും, തിരുഹൃദയത്തിൻ്റെ പടവും എല്ലാം കൊണ്ട് കുരിശടി ഒരു സഞ്ചിക്കകത്താക്കി ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്ന കാണാം ചില സ്ഥലങ്ങളിൽ, ചില കുരിശടി. ഇത് ആരാ ചെയ്യുന്നത്? അതെ, അപ്പം നമ്മുടെ ഇടയിൽ തന്നെയാണല്ലോ അത് കൊണ്ടുവയ്ക്കുന്നത്. എന്താണ് കാരണം? കോവില പള്ളിക്കകത്ത് വലിയ അഭിഷേകമൊന്നുമില്ലെന്ന്, ആ ഹാളി മാത്രമേ ഉള്ളെന്നാ പറയുന്നത്. പ്ലീസ്, നമ്മുടെയൊക്കെ വിശ്വസ്തത കുറവാട്ടോ. ശക്തികുളങ്ങരെ ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ കണ്ടെത്തണം അതാരാ കൊണ്ടുവയ്ക്കുന്നതിന്, അതാരാ കൊണ്ടുവയ്ക്കുന്നതിന്. സഹോദരന്റെ കാവൽക്കാരനാകാൻ വിളിക്കപ്പെട്ടവനാ. അതുകൊണ്ടാ ചോദിച്ച, കായേൻ നിന്റെ സഹോദരൻ എവിടെയെന്ന്. നിന്റെ വീടിന്റെ ചുറ്റും തൊട്ടടുത്തുള്ള വ്യക്തി വിശ്വാസത്തിന് വ്യതിചലിക്കുന്നോ ഇല്ലയോ എന്ന് നീ നോക്കണം. ഈ ദൈവത്തെ നഷ്ടപ്പെടുത്തി പോകുന്നുണ്ടോ എന്ന് നോക്കണം. 5 പൈസയുടെ ഗുണം കാണത്തില്ല അത് നോക്കുന്നുണ്ടെന്നും. പക്ഷേ ഒരാത്മാവിനെ നേടിയെന്ന് അങ്ങോട്ട് ചെന്ന് പറയാവേ, ഒരാത്മാവിനെ ഞാൻ നേടിയെന്ന് പറയാം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു എന്നാ കർത്താവ് പറയുന്നേ. അവർക്ക് മനസ്സിലായില്ല, ഇത് അവർക്ക് മനസ്സിലായില്ല. അവരിതിനെ ഉപേക്ഷിക്കുകയായിരുന്നു. വീണ്ടും വചനം പറയുന്നു, യെശയ്യാ പ്രവാചകൻ, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അതായത് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ ഇന്ന് അനുഗ്രഹം നമ്മൾ വാങ്ങിക്കുന്നത്, നമ്മളെ ദൈവം തൊട്ട് അനുഗ്രഹിക്കുന്നത് ദൈവം അറിയണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു സുവിശേഷ ഭാഗം ഞാൻ പറയാം. യേശു ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു പോയപ്പം രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ടേ. ഈ രക്തസ്രാവക്കാരി, ഈ ബ്ലീഡിംഗ് ഉള്ള പെൺകുട്ടി എന്ത് ചെയ്യുന്നറിയോ? ഇവള് മുട്ടുമേലഴിഞ്ഞ് ആളുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ അവരുടെ ചവിട്ടുന്ന കേൾക്കാതെ മുട്ടുമേൽ ഇങ്ങനെ ഇഴഞ്ഞിട്ട് അവളുടെ ആഗ്രഹം എന്താണ്? അവൻ്റെ വസ്ത്രത്തിൽ, ആ കാണുന്ന ആ വസ്ത്രത്തിൽ തൊട്ടാൽ കയ്യിലൊന്നും തൊടാൻ പറ്റത്തില്ല. അത്രയും ജനങ്ങളുടെ ഇടയിൽ കൂടെ യേശു നടന്നു പോന്നേ. ഈ വസ്ത്രത്തിലൊന്നും തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്നാണ്. അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? മുട്ടുമേൽ ഇഴഞ്ഞിട്ട് ഈ യേശുവിൻ്റെ വസ്ത്രത്തിൽ ചെന്ന് അങ്ങോട്ട് തൊട്ടു.
തൊട്ട ഉടനെ യേശു ഒരു ചോദ്യം ചോദിച്ചു. നമ്മളൊക്കെ ഈ വസ്ത്രത്തിൽ തൊട്ടാ അറിയുമോ? കഴുത്തേ കിടക്കുന്ന മാല ഊരിക്കൊണ്ടുപോയി അറിയത്തില്ല, പിന്നെ ഇല്ലേ, വസ്ത്രത്തിൽ തൊട്ടാ അറിയും. പക്ഷെ യേശു തൊട്ട ഉടനെ ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ശിമോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നിന്നെ ആരാണ് സ്പർശിക്കാത്തത്? കാരണം എല്ലാവരും അവന്റെ ദേഹത്ത് കൈവച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യേശു പറഞ്ഞൊരു ഉത്തരവുണ്ടേ, എന്നെ യഥാർത്ഥത്തിൽ ഒരാൾ തൊട്ടു, കാരണം എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞുവെന്ന്. എന്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ ഈ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങളിലേക്കൊരു ശക്തി ഒഴുകുന്നെങ്കിലേ ഇവൻ അറിയാൻ പറ്റൂ. അത് ഒഴുകണമെങ്കിൽ ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്, ഏത് രീതിയിലാണ് തൊട്ടത്, അതിനെ അപേക്ഷിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് രീതിയിലാണ്, ചുമ്മാ ഇവിടെ വന്ന് നമുക്ക് കാഴ്ച കാണിച്ച് നമുക്ക് വെച്ചിട്ട് പോകാം. പക്ഷെ ഇതല്ല, ഏത് രീതിയിലാണ് നീ തൊട്ടത്, ഏതവസ്ഥയിലാണ് നീ തൊട്ടത്. പ്രിയമുള്ളവരെ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞുവെന്ന്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അവരിൽ നിന്ന് ശക്തി കുറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്കത് കിട്ടിയതായിട്ട് നമുക്ക് മനസ്സിലാവണം. പ്രിയമുള്ളവരെ, അവിടുന്ന് വീണ്ടും വചനം പറഞ്ഞ് ഇങ്ങനെയാണ്, അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തില്ല. എന്താ പറഞ്ഞേ? അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനകളും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഈ 10 കൽപ്പനകൾ പാലിക്കുന്ന മനുഷ്യരാണല്ലോ നമ്മൾ ക്രൈസ്തവരെ. പക്ഷേ ഈ മറ്റ് വിഭാഗങ്ങളുടെ ഉള്ളിലും ഈ കൽപ്പനകൾ രേഖപ്പെടുത്താതെ തന്നെ ഉണ്ട്. പറയാൻ മനസ്സിലായോ? ഇത് ചെയ്യരുതെന്ന് രേഖപ്പെടുത്താതെ തന്നെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിന് ഇത് രേഖപ്പെടുത്തി തന്നു. മോശ ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വയറ് വിശക്കുന്നു. അപ്പം പിറുപിറുക്കുക, മോശ അവിടെ ഫറവോന്റെ അവിടെ കിടന്നപ്പോൾ ആഹാരം 3 നേരം കിട്ടിക്കൊണ്ടിരുന്ന നീ ഞങ്ങളെ വിളിച്ചിറക്കൊണ്ടിരുന്ന എന്തോ പട്ടിണി കിട്ടി കൊല്ലാനാണെന്ന് ചോദിച്ചു മോശയൊക്കെ. അപ്പൊ മോശ ഓടി ദൈവത്തിന്റെ ദൈവമേ, അവർ കിടന്ന് പറയുന്നുണ്ട് അവർക്ക് വിശക്കുന്നെന്ന്. അപ്പൊ ഏതോ ദേശത്ത് പാറിപ്പടർന്ന് നടന്ന കാടപ്പക്ഷിയും മന്നയും ദൈവം അവിടെ കൊണ്ടുവന്നൊരു കാറ്റയച്ച് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു. ഭാര്യ സമൃദ്ധമായിട്ട് കഴിച്ച്. അപ്പൊ ദൈവം പറഞ്ഞു നാളത്തേക്കുള്ളത് എടുക്കല്ലേ എന്ന്. എന്നിട്ടും അവർ നാളത്തേക്കുള്ളത് എടുത്തു. പിറ്റേ ദിവസം അത് പുഴുവായിന്നാണ്. അന്ന് രാത്രി തന്നെ പുഴുവായെന്നാ പറയുന്നത്, ഇല്ലേ? നമ്മളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ കാര്യം ഇന്നത്തത് മാത്രമേ ചോദിക്കാവുള്ളതാണ്. ഇന്ന് ജീവിക്കാനാണ് പറയുന്നത്, നാളെ ജീവിക്കല്ലേ എന്നാ. ഇന്ന് ജീവിക്കും നന്നായിട്ട്. അതുകൊണ്ട് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞത്. നാളെ എന്ന് പറഞ്ഞൊരു സാധനം ദൈവത്തിന്റെ മുമ്പിൽ ഇല്ല, നമുക്കേ ഉള്ളത്. ദൈവത്തിന് നാളെ ഇല്ല. അതുകൊണ്ട് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നാളെ തരണേന്നൊന്നും പ്രാർത്ഥിക്കരുത്, ഇന്ന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവരെന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇത് മനസ്സിലായവര് ഹല്ലേലൂയ. ഇന്നിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, അല്ലേ? ഇന്നിലാണ് കർത്താവ് എപ്പോഴും ജീവിക്കുന്നത്, ഇന്നിലാണ്. അപ്പം ഇന്ന് നമുക്ക് വേണം. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പം ഭയങ്കരമായ വെയിലാണ് മരുഭൂമിയിൽ. അവർ പറഞ്ഞു, മോശ ഞങ്ങളെ ഇവിടെ വെയിലത്ത് ചുട്ടു കൊല്ലാനാണോ കൊണ്ടുവന്നേ? നീ എന്തുവാ കാണിക്കുന്നത് പറഞ്ഞപ്പം വീണ്ടും മോശയോട്, ദൈവമേ അവർക്ക് വെയിലടിക്കുന്നത് എന്തോ ചെയ്യാൻ? അപ്പൊ പറഞ്ഞൊരു മേഘത്തിന്റെ തൂണിങ്ങനെ. ഇത് ജനം കാണുകയാണെന്നേ. ജനത്തിനറിയാം മോശ ചെന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഇവിടെ മേഘത്തൂണ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇവർക്കറിയാം ദൈവം ഇത് ചെയ്തേന്ന്. രാത്രിയായി വഴി കാണുന്നില്ല. വീണ്ടും ജനം പിറുപിറുക്കുക. നിങ്ങൾ പിറുപിറുക്കപ്പോൾ ഓർത്തോണം, തൊട്ട് മുമ്പില്ല അനുഗ്രഹം കിട്ടിയ ജനതയാ. വീണ്ടും ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ. നിന്റെ ദൈവം എവിടെ പോയി മോശ? ഇപ്പൊ ഈ രാത്രി ഞങ്ങളെ കടലിൽ കൊണ്ട് തള്ളാനാണോ നിന്റെ പ്ലാൻ? ഞങ്ങൾക്ക് വഴി കാണുന്നില്ലല്ലോ. ഉടനെ ഒരു അഗ്നിയുടെ തൂണ് കൂടെ വരിക. അപ്പോഴും ഇവർ അനുഭവിക്കുക. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചെങ്കടൽ കാണുമ്പോ പിന്നെയും ഈ പരാതിയാ. ഈ പരാതികാരനാ പ്രിയമുള്ളവരെ 2 മാസം 40 വർഷമായത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് കൂടെ നന്ദി പറഞ്ഞ് ജീവിച്ചു നോക്കേ. അടുത്ത അനുഗ്രഹം വന്ന് വെയിറ്റ് ചെയ്യും. ഈ നന്ദി പറഞ്ഞ് ജീവിക്കുന്നതിന് ഏറ്റവും വലിയ ഗുണമതാ. നമ്മൾ അടുത്ത അനുഗ്രഹം വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നന്ദി പറഞ്ഞ ഉടനെ അടുത്ത് കൂടെ വന്ന് കയറും. ഇതിന് നന്ദി പറഞ്ഞാൽ അടുത്തത് വന്ന് കയറും. പക്ഷെ പിറുപിറുത്തോണ്ടിരുന്നാലോ, ദൈവം എന്തോനാ? നമ്മുടെ ഭർത്താവും മക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് സമയം പള്ളിയിലാണ്, എന്നിട്ട് എന്തോ ഇവിടെ കിടക്കുന്നത്? ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തരം മുട്ടിപ്പോന്ന ചോദ്യം അത്. ഭർത്താവ് ചോദിക്കുന്നുണ്ട്, മക്കൾ ചോദിക്കുന്നുണ്ട്, ഏത് സമയം പള്ളിയും നൊവേനയൊക്കെ ആണല്ലോ, കണ്ട ഇവിടെ കിടക്കുന്നത് അല്ലേ? ഇതിന്റെ ഉത്തരവാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇനി ഉത്തരം മുട്ടരുത്. അതിന് ഉത്തരം കൊടുക്കണം. എന്തുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചില്ലെന്ന്.
സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവമാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും പെറുപിറുത്തുകൊണ്ടിരുന്നു. നമ്മള് ഈ പാപത്തെക്കുറിച്ച് പറയുമ്പം മെജോറിറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇതിനു വേണ്ടി എന്ത് പാപമാ ചെയ്യുന്നതെന്ന്, ഇല്ലേ? അതായത് നീതിമാൻ പോലും ഒരു ദിവസം 7 പാപം ചെയ്യുന്നെന്ന് പറയുന്നു. ഒരു വിശുദ്ധൻ പോലും ഒരു ദിവസം 7 പാപം ചെയ്യുമെന്ന് പറയുന്നു. ഫ്രാൻസിസ് പാപ്പ പോലും ആഴ്ചയിൽ 3 തവണ കുമ്പസാരിക്കുന്നു. ആരെടുത്താ? ഒരു അച്ഛന്റെ അടുത്ത്, സാധാ അച്ഛന്റെ അടുത്ത്, അല്ലേ? ഫ്രാൻസിസ് പാപ്പ പോലും ആഴ്ചയിൽ 3 തവണ കുമ്പസാരിക്കുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പോഴും നമ്മൾ നോക്കി, അച്ഛാ ഞാൻ എന്തോ പാപം ചെയ്യാൻ ആ വീട്ടിൽ ഇരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇല്ല കണ്ണാടിക്കൂട്ടിനകത്തോട്ട് കയറി അങ്ങ് ഇരുന്നേക്കണം. എല്ലാം ഓക്കെയാ. ഇത് കണ്ടോ, ഫ്രാൻസിസ് പാപ്പ കുമ്പസരിക്കുന്ന ഫോട്ടോസാണേ. കുമ്പസരിക്കാനായിട്ട് അദ്ദേഹം പോവുക ഒരു സാധാ അച്ഛൻ്റെ അടുത്ത്. ഇത് പാപ്പ ആഴ്ചയിൽ 3 തവണ ചെയ്യുന്നു ഇങ്ങനെ. കണ്ട, ഒരു സാധാ അച്ഛൻ്റെ അടുത്ത് അദ്ദേഹം കുമ്പസരിക്കുക. ഈ നമ്മൾ എപ്പോഴാ കുമ്പസരിക്കുന്നേ? പറ. നമ്മൾ എപ്പോഴൊക്കെയാ കുമ്പസരിക്കുന്നേ? ക്രിസ്മസിനും ഈസ്റ്ററിനുമാ? മാസത്തിലൊരിക്കൽ അല്ലേ? എന്നാലും ഇവിടെ ചെന്ന് പള്ളിയിൽ ചോദിച്ചാൽ പറയും ഞങ്ങൾ ക്രിസ്മസിനും ഈസ്റ്ററിനും കുമ്പസാരിക്കുന്നതിന്. അങ്ങനെ ഈ നമ്മളെയൊക്കെ ദേവാലയങ്ങൾ നോക്കണേ, ഈ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ അടുപ്പിച്ച് വരുമ്പോഴേ ഈ ഇങ്ങനെ ക്യൂ നിൽക്കും. ഇവിടെയൊക്കെ ഉണ്ടോ അങ്ങനെ? കുമ്പസാരത്തിന് ഭയങ്കര ക്യൂവാ. ഇപ്പൊ ഇല്ല അല്ലേ? എന്താ ചേച്ചി? എല്ലാ ദിവസവും കുമ്പസാരം വന്നതിന് ശേഷം അതില്ല. മറ്റേത് നമ്മൾ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അവിടെയൊക്കെയുള്ള പള്ളികളിലൊക്കെ ആയിരക്കണക്കിന് പേര് ഇങ്ങനെ കുമ്പസാരിക്കും, ഇങ്ങനെ ക്യൂ. അപ്പൊ എനിക്കങ്ങ് സങ്കടം വരുന്നത് കാണുമ്പോൾ ഞാൻ നോക്കി ഇവിടെയൊക്കെ എവിടെ പോയിരുന്നു ഇത്രയും നാള്, ഇല്ലേ? ഇങ്ങനെ ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരെ വിളിക്കുന്ന പേരെന്തുവാണ്? ആണ്ട് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനിയാന്ന് ബോധം വരുന്നത് ഈ ആണ്ട് 2 ദിവസമാണ്. സഭ നമ്മളടുത്ത് പറഞ്ഞു ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസരിക്കണമെന്നും. അപ്പൊ നമ്മളെന്തോ ഒരു തീരുമാനം എടുത്ത്, എന്നാ ആണ്ടിലേ ഉള്ളു. ഈ അനുഗ്രഹവും ഞാൻ പറയാം, ദൈവത്തിന് ഇന്നെന്ന് പറയുന്നൊരു ദിവസമേ ഉള്ളു. അതുകൊണ്ട് നാളെ ഇല്ല. കുമ്പസരിക്കാൻ എപ്പോ തോന്നുന്നോ അപ്പോഴ് കുമ്പസാരിച്ചേക്കാം. രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ കുമ്പസരിക്കാനായിട്ടേ ഈ മുട്ടുകുത്തിട്ട് ആദ്യം പറയുന്ന കാര്യം എന്തുവാ? പിതാവേ ഞാൻ പാപിയാണ്, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് എന്തുവാ? കുമ്പസാരിച്ചിട്ട് എത്ര ദിവസമായി? എൻ്റെ ചോദ്യം ഇതാണ്, ഇത് കൃത്യമായിട്ടാണോ പറയുന്നത്? ആ ദിവസം എണ്ണിയാണോ പറയുന്നത്? 26 ദിവസത്തിന് മുമ്പാ കർത്താവെ ഞാൻ കുമ്പസാരിച്ചത്, ഇങ്ങനെയാണോ പറയുന്നത്? അത്ര ഷാർപ്പാണോ? അതൊരു തോന്നലാണോ? 2 മാസം ആയെന്ന് തോന്നുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ അവിടെ മുതൽ കള്ളം പറയാൻ തുടങ്ങുക. കൃത്യമായിട്ട് ഓരോ മാസം കുമ്പസാരിക്കുന്നവർക്ക് പറയാൻ പറ്റും 1 മാസമായി കുമ്പസാരിച്ചിട്ടെന്ന്. നമ്മൾ ഈ പാല് വാങ്ങിച്ചിട്ടേ ഈ പാലുകാരന് പൈസ കൊടുക്കാനുണ്ടെന്ന് എവിടെ എഴുതിയിടുന്നേ? കലണ്ടറി അല്ലേ? പാല് തന്നു, തന്നില്ല, തന്നു അണ്ണാച്ചി, വന്നു അണ്ണാച്ചി, വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിടുന്നു. കുമ്പസാരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കലണ്ടറിൽ വന്നൊരു കുരിശും വരച്ച് നിങ്ങളുടെ പേര് എഴുതിയിടാറുണ്ട്? അത് പള്ളിയിൽ പറഞ്ഞാൽ മതി. മറ്റേത് കാശിന്റെ ഇടപാടാ. അണ്ണാച്ചി വന്ന് നിൽക്കൂടെ ചെയ്യുന്നവരുണ്ടാകും. സ്നേഹമുള്ളവർ, ഈ കാര്യത്തിനല്ലേ കൃത്യത കുറച്ചും കൂടെ പാലിക്കേണ്ടത്? നിങ്ങൾ കുമ്പസാര കൂട്ടിച്ചെന്ന് മുട്ടുകുത്തിട്ട് ആദ്യം പറയുന്ന ഈ കാര്യം, കർത്താവേ ഞാൻ 24 ദിവസമായി അല്ലെങ്കിൽ 15 ദിവസമായി കുമ്പസാരിച്ചിട്ട്. ഇപ്പൊ നമ്മൾ തന്നെ വന്ന് കുമ്പസാരിച്ചിട്ട് ഞാൻ 15-ാം തീയതി കുമ്പസാരിച്ചു, വന്ന് എഴുതിയിടുന്നു, എൻ്റെ പേര് എഴുതുന്നു, രഞ്ജിത്ത് എഴുതിയിടുന്നു കലണ്ടറിനകത്ത് 15-ാം തീയതി. 15-ാം തീയതി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ ഒരു ക്ലാസ് എടുത്തു. ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്ന, മോള് വന്നിട്ട് ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ഡേറ്റ് എഴുതിയിട്ടെന്ന് കലണ്ടറിൽ. കാരണം
ഇതൊരു കൃത്യതയാണ് പ്രിയമുള്ളവരെ. ഈ ചിട്ടക്രമം പാലിച്ചാൽ മതി, അനുഗ്രഹം കിട്ടും. അപ്പോൾ നമ്മൾ 15-ാം തീയതി കുമ്പസാരിച്ചേ. ആദ്യത്തെ 5 ദിവസം വരപ്രസാദത്തിൽ തന്നെ ജീവിച്ചു. 6ാമത്തെ ദിവസം ഭർത്താവിനെ ചീത്ത വിളിച്ചു. മനസ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ആ ചീത്ത വിളിച്ച മനസ്സിൽ വിളിച്ചതിൻ്റെ വെറുപ്പ് വന്നത് പിന്നെ പ്രവൃത്തിയില്ല. അതെന്താണ്? ചോറന്ന് കൊടുത്തത് ഇത്തിരി താമസിച്ച. ആ വെറുപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. നമ്മളൊക്കെ ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ചോറ് കൊടുത്തല്ല, എന്നും കൊടുക്കണം, ഞാൻ കൊണ്ട് കൊടുത്തല്ല. പക്ഷെ 10 മിനിറ്റ് 25 മിനിറ്റ് ലേറ്റാ. മനസ്സിലായില്ലേ? ഈ നമ്മുടെ ഒരു സാധനം തീരുമാനം നമ്മുടെ കൈ ചലിക്കുന്നതൊക്കെ അങ്ങ് കുറയും. അപ്പൊ പിന്നെ ഭർത്താവ് കണക്കാടി, നീ അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അന്ന് എനിക്ക് ചോറ് തന്നോടി നീ. അപ്പൊ നമ്മൾക്ക് ചോറ് തന്നല്ല. എപ്പം? വൈകിട്ട് 4 മണിക്ക്. 4 മണിക്കാ ചോറ്? ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. കുടുംബജീവിതം പറയുമ്പോൾ ഇതൊക്കെ പറയാം. ഇപ്പം ഭാര്യയും ഭർത്താവൊന്നും മിണ്ടണ്ട കേട്ടോ, സ്നേഹമുള്ളവരെ. അപ്പോ കുമ്പസാര കൂട്ടി ചെന്നിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞു. 5ാമത്തെ ദിവസം പറഞ്ഞു, 6ാമത്തെ ദിവസം അമ്മയെ ചീത്ത വിളിച്ചു, ഉച്ചയ്ക്ക് ഭർത്താവിനെ ഇതായി ഇങ്ങനെ പറഞ്ഞു. അപ്പം കുമ്പസരിക്കേണ്ട എങ്ങനെയാ? കർത്താവേ, അടുത്ത ആഴ്ച പോയി കുമ്പസാരം. കർത്താവെ, ഞാൻ കുമ്പസാരിച്ചിട്ട് 10 ദിവസമായി. ആദ്യത്തെ 5 ദിവസം കൃപാവരത്തിൽ തന്നെ പോയി. 6ാമത്തെ ദിവസം ഞാൻ എൻ്റെ ഭർത്താവിനെ ചീത്ത വിളിച്ചു, എൻ്റെ ഭാര്യയെ അടിച്ചു. 7ാമത്തെ ദിവസം ആ അടിയുടെ ഷോക്കിൽ പിന്നെ അന്ന് മുതൽ ഞാൻ ബോധപൂർവം ചെയ്യുന്നതിൽ പല പാപങ്ങളുണ്ട്. നമ്മൾ ഈ കുമ്പസരിക്കാറാകുമ്പോഴേ വേറൊരു മെത്തേഡുണ്ട്, രീതിയുണ്ട്. ഈ ശനിയാഴ്ച കുമ്പസരിക്കാനുണ്ട്. കുമ്പസരിക്കാൻ്റെ തീരുമാനിച്ചിരിക്കുക. എന്തുമായിരിക്കും നമ്മുടെ പ്രത്യേകത? ഇത്തിരി പാപം എക്സ്ട്രായും കൂടെ അങ്ങ് ചെയ്യും. എന്തായാലും കുമ്പസരിക്കാനുള്ള ഇപ്പം അങ്ങ് ചെയ്തേക്കാന്ന്. ചിരിക്കുന്ന ദൈവമേ, ഇവിടെ ഈ നാട്ടിൽ ഇതൊന്നും ഇല്ലേ? എനിക്ക് തെറ്റി കേട്ടോ. ഞാൻ ഈ തെറ്റിയും കണ്ട് വന്നേ ഈ പള്ളിയിൽ. ഇവിടെ എല്ലാവരും വിശുദ്ധരാണെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ കുഴപ്പം, സംതിങ് ട്രബിൾ കേട്ടാ. സ്നേഹമുള്ളവരെ, തിരിച്ചറിയും ഇന്ന് നമ്മൾ ഒരുങ്ങുന്ന ഇതിനു വേണ്ടിയിട്ടാണ്. അനുരഞ്ജന കൂദാശ എന്ന് പറയും. എന്നാണ് ആ വാക്കിന്റെ പേര്? അനുരഞ്ജന കൂദാശ, അനുരഞ്ജിപ്പിക്കുന്ന കൂദാശ. അതായത് ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. കുമ്പസാരത്തെ കുറിച്ച് വലിയ ക്ലാസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഒരമ്മ കൊച്ചിന് ചോറ് കൊടുക്കുകയാണേ. അമ്മ കൊച്ചിന് ഇങ്ങനെ ചോറ് ഉരുട്ടി കൊടുത്തിട്ട് അവൻ്റെ വയറെല്ലാം നിറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മക്കളെന്നാ പോയി മുറ്റത്ത് പോയി മണ്ണിൽ പോയി കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് പോയി മുറ്റത്ത് പോയി മണ്ണെല്ലാം കൂടെ കുഴച്ച് കളിക്കുമ്പം അമ്മ ആ പാത്രത്തിൽ തന്നെ കുറച്ച് ചോറ് ഇട്ടുകൊണ്ട് അവൻ കളിക്കുന്നതും കണ്ടോട്ട് തിണ്ണേ വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് മോൻ കളിക്കുന്നതും നോക്കി അമ്മ ചോറുണ്ണാണ് അവന് കൊടുത്ത പാത്രത്തിൽ. കുറേ കഴിയുമ്പോൾ ഇവൻ ഈ മണ്ണെല്ലാം കൂടെ കുഴച്ചിങ്ങനെ നോക്കിയിട്ട് അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ചോറുണ്ടോണ്ടിരിക്കുക. നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു കൊതിയും കൂടെ വരും അല്ലേ? അമ്മയുടെ ഇന്ന് ഒരു പിടി ചോറും കൂടെ വാങ്ങി. ഇപ്പം മണ്ണിൽ കളിച്ചോണ്ടിരിക്കല്ലേ, ഇവൻ ഓടിച്ചിട്ട് അമ്മയുടെ അമ്മ എനിക്ക് ഇച്ചിരി ചോറും കൊടുത്ത അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ കയ്യിൽ ചോറിട്ട് വെച്ച് കൊടുക്കുവോ? ഇല്ല. അമ്മ എന്ത് പറയും? പോയി കൈ വഴിവിട്ട് വരാൻ പറയൂല്ലേ? അവൻ്റെ കയ്യിൽ കൊടുക്കണമെങ്കിൽ. കുമ്പസാരം എന്ന് പറഞ്ഞൊരു സാധനം ഇതേ ഉള്ളൂ. ദൈവം ഉരുട്ടി വെച്ചിട്ടുണ്ട്, കൈ കഴുകിയിട്ട് വരാൻ പറയുന്ന പ്രോസസ്സാ. അതുകൊണ്ടാ പറഞ്ഞേ, ഒരു വാക്ക് നിന്റെ അതരത്തിൽ എത്തുന്നതിന് മുമ്പേ അത് ഞാൻ അറിയുന്നുവെന്ന് സങ്കീർത്തനം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൈവം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം നീ എന്താ ചോദിക്കുന്നതെന്ന്. വചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ എന്തിയേ? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, ചോദിച്ച ഉടനെ ദൈവം കൊണ്ടുവന്നു, പക്ഷേ കയ്യിൽ അഴുക്കാണ്, മാലിന്യമാണ്. ഇതവിടേക്ക് ഇവന് ഈ തിളക്കമുള്ള തങ്കം എടുത്ത് വെച്ച് തരില്ല പ്രിയമുള്ളവരെ. അപ്പൊ ഈ കൈ പോയി കഴുകുന്ന പ്രോസസ്സാണ് കുമ്പസാരം. ഈ കൈ പോയി കഴുകുന്ന പ്രോസസ്സാണ് കുമ്പസാരം. ഇത് കൃത്യമായിട്ട് ചെയ്താൽ, ഇത് കൃത്യമായിട്ട് പാലിച്ചാൽ അനുഗ്രഹം നമ്മുടെ വീട്ടിനകത്തേട്ട് ഇങ്ങനെ കയറും. പ്രിയമുള്ളവർ, ഞാനൊരു പക്ഷേ ഒരു ക്രിസ്ത്യാനി ആയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഇങ്ങനെ കുമ്പസരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എടാ, ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യനല്ലേ, നമ്മൾ തെറ്റ് പറ്റിപ്പോവും. വീണ് പോകുമ്പോൾ ചെന്ന് പറയാൻ ഒരിടമുണ്ട്, ചെന്ന് പറയാൻ നമുക്കൊരിടമുണ്ട്. അതിൻ്റെ ഒരു സൗന്ദര്യം ഏറ്റവും വലുതാണ്. ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ജ്ഞാനസ്നാനം 9 വർഷത്തിന് മുമ്പായിരുന്നേ. എൻ്റെ ജ്ഞാനസ്നാനം ഒരു 15 വർഷത്തിന് മുമ്പായിരുന്നു. അപ്പം എന്നോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയും ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോയത്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പം നീ സ്വീകരിച്ചാൽ എന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഭാര്യ ചെയ്ത് വേലയായിട്ട് വരും, അത് വേണ്ട. എന്ന് നിൻ്റെ അടുത്ത് നിൻ്റെ കർത്താവ് പറയുന്നോ അന്ന് നീ കർത്താവിനെ സ്വീകരിക്കാവുള്ളൂ.
അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ പറഞ്ഞില്ല, കുർബാനയ്ക്കൊക്കെ പോകുമ്പം കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് എൻ്റെ കയ്യിലിങ്ങനെ മുറുക്കെ പിടിക്കും. അപ്പോൾ അവളൊരു പപ്പയുടെ ദേഹത്ത് ഇപ്പോൾ ഈശോ ഉണ്ടല്ലോ, ഞങ്ങൾക്കും കൂടെ കിട്ടുമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയായിരുന്നു എത്രയോ കാലം. അത് കഴിഞ്ഞൊരു 9 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട റോളൻസിനും എല്ലാം കൂടെയൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊരു വലിയ ചടങ്ങായിട്ടൊക്കെ മക്കളുടെയും ഭാര്യയുടെയൊക്കെ ആദ്യ കുർബാനയും ജ്ഞാനസ്നാനവും എല്ലാം സ്വീകരിച്ചു. അങ്ങനെ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചിട്ട് ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, ജീവിതത്തിൽ ആദ്യമായിട്ട് കുമ്പസരിക്കാൻ പോവാ കേട്ടോ, എനിക്ക് കുമ്പസരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, 20 ദിവസത്തിനകത്ത് നീ പാപം ചെയ്തോ? അപ്പൊ ഞാൻ പറഞ്ഞ്, അപ്പൊ കുമ്പസരി അല്ല, എന്നെ ഒരുക്ക്. അവള് ജീവിതത്തിൽ ആദ്യമായിട്ട് കുമ്പസരിക്കാൻ പോവാ. അപ്പൊ ആകെ ഈ ലോകത്ത് ഒരുക്കേണ്ട ആളാരാണ്? ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെ കുമ്പസരിക്കണമെന്ന്. അവൾ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ടോ? കാറ്റഗറിസം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കുമ്പസരിക്കണം. അങ്ങനെ മക്കളെയും ഇവരെല്ലാം കൂടെ പിടിച്ചിരുത്തി ഞാൻ ക്ലാസ് കൊടുക്കുകയാണ്. അപ്പം എൻ്റെയൊക്കെ ചോദിക്കുകയാണ്, ഈ കുമ്പസാര കൂട്ടിയിരിക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കേണ്ട? അച്ഛാന്നാണോ വിളിക്കണ്ടേ? ആണോ? അല്ല, പിതാവേ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാന്ന് വിളിക്കരുത്, അച്ഛൻ കൂട്ടിന് പുറത്ത്. കൂട്ടിനകത്തോട്ട് കയറുമ്പം അപ്പനായി, കൂട്ടിനകത്തോട്ട് കയറുമ്പം അച്ഛൻ അപ്പനായി. പിന്നെ വിളിക്കേണ്ടത് പിതാവേന്ന. ഈ ലോകത്ത് നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയത് ക്രൈസ്തവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒന്ന് കൈയടിച്ചെന്ന് കർത്താവിന് നന്ദി പറ. ഈ ലോകത്ത് ഇഷ്ടംപോലെ 461 മതവിഭാഗങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളേ. അതിൽ ഒരു മതവിഭാഗങ്ങളിലും ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ക്രൈസ്തവൻ മാത്രമാണ് വിളിക്കുന്നത് അപ്പാ, ആബാ. ഒന്നാമത്തെ ദിവസം റോളൻസൻ പറഞ്ഞു, അപ്പ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത് എന്താണ്? എന്റെ അപ്പ എന്നാ വിളിക്കുന്നത്, എന്റെ അപ്പ. നമ്മുടെ പ്രാർത്ഥന പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ വിളിക്കുന്നത്, എന്റെ ഫാദർ അല്ലേ, ഫാദർ എന്നാ വിളിക്കുക. എന്തൊരു സൗന്ദര്യം പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന അപ്പാന്നാ, പിതാവേന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു, കുമ്പസാരക്കുട്ടി നമ്മളെ പിതാവേന്നേ വിളിക്കാവൂ. രണ്ടാമത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം പറയേണ്ടത് മാരക പാപങ്ങളാണ്. അപ്പം മാരക പാപങ്ങൾ എന്തൊക്കെയാണെന്ന് അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ലഘുഭാവങ്ങളുണ്ട്, ഇത് കാറ്റഗറൈസ് ചെയ്ത് പറയണം. ആദ്യം മാരകപാപം, പിന്നെ ലഘുപാപം, അങ്ങനെ പറയണം. അപ്പം അടുത്തൊരു ചോദ്യം ഇതാണ്, നമ്മൾ ഈ പാപമെല്ലാം പറയുമ്പോഴേ അച്ഛൻ ഇത് ആരത്തെങ്കിലും ചെന്ന് പറയൂ? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഹിന്ദു ക്രിസ്ത്യൻ ആകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ചോദിക്കുക, ഈ അച്ഛൻ ഇത് ആരെങ്കിലും ചെന്ന് പറയുവോ? പറ, ഉറപ്പിച്ചു പറ, പറയുവോ? ഇല്ല അല്ലേ? പറയില്ല. അപ്പം ഒരു ചിന്തകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചാണ്, ഏതെങ്കിലും പുരോഹിതൻ, ഇപ്പൊ നമ്മൾ പറയട്ടെ, നമ്മുടെ വീട്ടിൽ 5 പേര് 6 പേരുടെ പാപം പോലും നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റുന്നുണ്ടോ? പറ. നമ്മുടെ മക്കളുടെ പാപം, ഭർത്താവിന്റെ പാപമൊക്കെ നമുക്ക് പടപിടിപടയായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു വീട്ടിലെ 5 പേരുടെ പാപം പോലും ഓർക്കാൻ വയ്യ, പിന്നെ ഒരു ഇടവകയിൽ 1000 കുടുംബങ്ങളുടെ പാപം ഒരാൾ ഓർക്കുക എന്ന് പറഞ്ഞത്. ഒരു ചിന്തകൻ എഴുതി വെച്ചത്, ഒരു പുരോഹിതൻ ഇത് ഓർക്കുകയാണെങ്കിൽ, ഇതിങ്ങനെ ഓർമ്മ വെക്കുകയാണെങ്കിൽ ആ പുരോഹിതൻ മാനസിക രോഗിയാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറ്റില്ല മനുഷ്യന്. ഒരേ സമയം നമ്മളിൽ നിന്നും ആ പാപം കേട്ട വ്യക്തിയിൽ നിന്ന് ഒരേ സമയം ഇങ്ങനെ ഡിലീറ്റ് ആയി പോകുന്ന പ്രോസസ്സാ, കത്തിപ്പോകുന്നൊരു പ്രോസസ്സാ, ചാരമായി പോകുന്ന പ്രോസസ്സാ. സ്നേഹമുള്ളവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരിക്കലും അച്ഛന് പറയാൻ നാവ് പൊങ്ങില്ല. കാരണം നീ പറയുന്ന പാപങ്ങൾ അച്ഛനിങ്ങനെ കുരിശ് വരച്ചിങ്ങനെ ബന്ധിക്കുമ്പോൾ, സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടും. ഇങ്ങനെ ഇവിടെ അടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്നും കേട്ട ദൈവസ്ഥാനത്തിരിക്കുന്ന പുരോഹിതന്റെ ഹൃദയത്തിൽ നിന്നും ഒരേ സമയം ഇത് അടിക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ പുരോഹിതന് ഇത് ഓർക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം ക്ലാസ് എടുത്തു, മക്കൾക്കും ക്ലാസ് എടുത്തു, എല്ലാം കഴിഞ്ഞു. പിന്നെ കുമ്പസാരിക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പോയി ഒരു 10-20 മിനിറ്റ് കുമ്പസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് മക്കൾ 2 പേര് പോയി, വൈഫ് പോയി. അപ്പോൾ വൈഫ് എൻ്റെ മുമ്പിൽ മുട്ടൊക്കെ കുത്തിയെന്ന് ഞാൻ കുരിശൊക്കെ വച്ച്, ജീവിതത്തിൽ ആദ്യമായിട്ട് കുമ്പസരിക്കാൻ പോവാ. താൻ ചെയ്ത വൃത്തികേട് ലോകത്തിൽ ഒരു ദൈവത്തിൻ്റെ അടുത്ത് പറയാൻ പോവാ. എന്ത് രസമാണെന്നറിയാം അതൊക്കെ. അങ്ങനൊരു സംവിധാനം, അങ്ങനൊരു സിസ്റ്റം ഉള്ളത്. പ്രിയമുള്ളവർ, നിങ്ങൾക്കിത് എത്രത്തോളം സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇത് പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് ഭയങ്കര സംഭവമാണ്.
നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ക്രിസ്ത്യാനിയായിട്ട് ഇതിന് വലിയ വിലയൊന്നുമില്ല. പിന്നെ അവിടെ കൂടും, ഇതൊക്കെ ചുമ്മാ, നീ വാടകയ്ക്കോട്ടെ. ഞങ്ങൾക്കിത് അങ്ങനല്ല. ഞങ്ങൾക്ക് അനുഗ്രഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൂടായത്. ഈ കൂട്ടിനകത്തിരിക്കുക നമ്മുടെ മുഴുവൻ അനുഗ്രഹം ഈ കൂട്ടിനകത്താ. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഒരു ദേവാലയത്തിൽ ദൈവത്തിന്റെ ഏറ്റവും കൂടുതൽ കരുണ ഒഴുകുന്നത് ഈ കുമ്പസാരക്കൂട്ടിലാണ്. ദൈവത്തിന്റെ കരുണ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലം ഈ കുമ്പസാരക്കൂട്ടിലാണ്. അവിടെ കയറിയവരൊക്കെ, അതുവഴി ഇങ്ങനെ പോകുന്നവരൊക്കെ, അതുവഴി കയറി ഇവിടെ വരുന്നവരൊക്കെ ഈ കണക്ഷൻ കാണിക്കും. ആ പടത്തിൽ കാണുന്ന കണക്ക് അതുവഴി ഇങ്ങനെ കയറി ഇങ്ങ് വരും. അതുവഴി കയറിയേ വരാമനൊക്കെ ദേവാലയത്തിൽ, കേട്ടോ. അങ്ങനെ കുമ്പസരിക്കാനായിട്ട് ഭാര്യ പോയി. 5 മിനിറ്റായി, 10 മിനിറ്റായി. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടുമേ നിന്നിട്ട് അവൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ. ദൈവമേ, നന്നായിട്ടൊക്കെ ഒരുങ്ങി പറയാൻ പറ്റണേ, അടുക്കും ചിട്ടയോടും ക്രമത്തോടും പറയാൻ പറ്റണമേ, ഒന്നും മറന്നു പോകാതിരിക്കണമേ, ഓർമ്മയിൽ കൊണ്ടുവന്ന് ഭയം ഉണ്ടാകരുത്. ഈ ചില പാപങ്ങൾ പറയാൻ ഭയമാണ്. അത് ഭയങ്കര ജഡികതയായിട്ടൊക്കെ മാറും. നിങ്ങൾ നോക്കുക, ചില പാപങ്ങൾ നിങ്ങൾ കുമ്പസരിച്ചിട്ടില്ലായിരിക്കാം, പിന്നാവട്ടെ പറയാൻ പേടിയാണ്. പക്ഷെ ഓർത്തോ പ്രിയമുള്ളവരെ, അതുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹം വർഷങ്ങളോളം കിട്ടാതിരിക്കും. ഇത് പറഞ്ഞാൽ ഒരു അനുഗ്രഹമുണ്ട്, ആ അനുഗ്രഹം കിട്ടാതിരിക്കുക. അങ്ങനെ 5 മിനിറ്റായി, 10 മിനിറ്റായി, 20 മിനിറ്റായി, 25 മിനിറ്റായി. എൻ്റെ ഭാര്യയെ കാണുന്നില്ല. അരമണിക്കൂറായിട്ട് ഭാര്യ വരുന്നില്ല കുമ്പസാരിച്ചിട്ട്. മക്കൾ എന്നെ ഇങ്ങനെ ചെറഞ്ഞു നോക്കുക. എന്തിയാ അമ്മ? 35 മിനിറ്റായി, 40 മിനിറ്റായി, 45 മിനിറ്റായി. ഭാര്യയെ കാണുന്നില്ല. എനിക്കും പേടിയായി. ദൈവമേ, തലയുറ്റിയെങ്ങാനും വീണ. ജീവിതത്തിൽ ആദ്യത്തെ കുമ്പസാരമാണ്. 55 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അല്ലെങ്കിൽ നോക്കിക്കുക. അപ്പം അച്ഛൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, പള്ളിയിൽ നിന്ന്. തലയിൽ കൂടി ഇങ്ങനെ തുണി ഇട്ടിട്ട് അവിടെ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടാ വരുന്നേ. കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പള്ളിയിൽ വന്നിട്ട് മുട്ട് കുത്തിയിട്ട് അവളിങ്ങനെ പ്രായശ്ചിത്തമൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം മക്കളെല്ലാം കൂടെ ഓടിച്ചെന്ന് ഇവിടെ അടുത്തങ്ങ് നിന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ ചെറഞ്ഞു നോക്കുന്നു. ഞാനെന്തോ ചെയ്ത് തെറ്റ് ചെയ്തണത്, പപ്പ കാരണം അമ്മ കരയുന്നതെന്നൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, അങ്ങനെ ഞാൻ പറഞ്ഞു, കരച്ചിൽ നിർത്തുന്നോ ഈ പെണ്ണ്? ഇവള് കരച്ചിലോട് കരച്ചിൽ. ഞാൻ ചേട്ടാ, ഈ ലോകത്തെല്ലാവരും കുമ്പസരി, നീ വലിയ പുതുമയൊന്നും കാണിക്കില്ല ചുമ്മാ. എല്ലാവരും കുമ്പസരി, ഇതെന്തോ ഈ വലിയ പുതുമ കാണിക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഡയലോഗ് ഇടുന്നുണ്ട് ഞാനും. ഇവള് കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം വണ്ടി കയറ്റി, കാറിൽ കയറിയിരുന്നപ്പോഴത്തേക്ക് വലിയ വായിലേ നിലവിളിക്കുന്നു. ഇത് കണ്ടോണ്ട് മോളൊക്കെ ചുമ്മാ ഇരുന്ന് കരയുന്നു, അവള് കരയുന്ന കണ്ടപ്പം. ഞാൻ ചെയ്തത് കൂട്ടക്കരച്ചിനകത്ത്. അങ്ങനെ വണ്ടി ഓടി മേവറം എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ കാറങ്ങ് ചവിട്ടി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മുമ്പോട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ നീ കരയുന്നതിൻ്റെ കാരണം എൻ്റെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞു, അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞ, അച്ഛൻ നിന്നെ അടിച്ച, നീ പിന്നെ എന്തിനാ കരയുന്നേ? അപ്പോഴത്തേക്ക് ഏങ്ങി നിൽക്കുക. അവസാനം ഇവൾ ആ കാര്യം എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിക്കുകയാണേ, അപ്പാ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലേ ഞാൻ പപ്പാടുത്ത് വന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ അടുത്ത് പ്രതികരിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് ആ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം അനുസരിച്ചിരിക്കും. അടിക്കേണ്ടതാണെങ്കിൽ ഞാൻ അടിക്കും, ശാസിക്കേണ്ടതാണെങ്കിൽ ഞാൻ ശാസിക്കും, പിച്ചേണ്ടതാണെങ്കിൽ ഞാൻ പിച്ചും, താക്കീത് ചെയ്യേണ്ടതാണ് താക്കീത് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞേ. എൻ്റെ സ്വഭാവം അതാണ്. ഭർത്താവെന്ന നിലയിൽ ഞാനതല്ലേ ചെയ്യണ്ടേ? എൻ്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ശാസിക്കണ്ടേ? അപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്ത് പറയാം, പക്ഷേ ഞാൻ ആ കൂട്ടിലിരുന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈശോ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? സാരമില്ല. ഇത് പറഞ്ഞിട്ട് വീണ്ടും കരയുക. നിങ്ങളാണെങ്കിൽ പറയൂ ഇങ്ങനെ എന്നെൻ്റെ അടുത്ത് ചോദിക്കുക. അവളുടെ ജീവിതത്തിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. സാരമില്ല, ഇനി മോളെ ചെയ്യല്ലേ, സാരമില്ല. അവൾ ആ കൂട്ടിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ സ്വരവത, സാരമില്ല, ഇനി മോളെ നീ ചെയ്യല്ലേ എന്ന്. പ്രിയമുള്ളവർ, ഇന്നും എൻ്റെ ഭാര്യ കുമ്പസാരത്തിന് ഒരുങ്ങുന്നത് ഒത്തിരി സമയമെടുത്താ. എനിക്ക് ഭയങ്കര സന്തോഷം. അത് എഴുതി വെച്ച്, പേപ്പറിലൊക്കെ എഴുതി വെച്ച് എത്രയോ ദിവസങ്ങളെടുത്ത്. കാരണം അവൾക്കറിയാം, അത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അനുഗ്രഹം വഴിമുട്ടിപ്പോവും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 24 വർഷങ്ങൾക്ക് മുമ്പ് വായിൽ സൈനൈഡ് എടുത്ത് വെക്കാൻ പോയാ ഞാനാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. അപ്പൊ എൻ്റെ ഭാര്യ എന്തോരം പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇന്ന് ഞാനിവിടെ നിൽക്കുന്നേ. പ്രിയമുള്ളവർ, ഈ പാവപ്പിടിച്ച ഈ അച്ചാച്ചന്മാരുടെ ഈ ചേട്ടന്മാരുടെയൊക്കെ ലൈഫ് നിങ്ങളുടെ കൈ ഇരിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ കൈ ഇരിക്കുക. അവർ പള്ളിയിലൊന്നും കയറണ്ടേ,
അവര് പള്ളിയിലെങ്ങും പോകണ്ട, അവരങ്ങനെ ജീവിക്കട്ടെ. പക്ഷെ ബാക്കിൽ ശക്തിയായിട്ട് ഞാനുണ്ട്, ബാക്കിൽ ശക്തിയായിട്ട് ഞാനുണ്ട്. കുടുംബജീവിതത്തിന് അന്ന് പറയാം എങ്ങനെ ശക്തിയാവണമെന്ന്. സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞൊരു കാര്യമുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതി ഒരു ക്വാളിറ്റിയാണത്. താനൊരു തെറ്റ് ചെയ്തെന്ന് മനസ്സിലായാൽ അത് ലോകം മുഴുവനും ഇങ്ങനെ ചെന്ന് പറയാൻ ഭയങ്കര ഒരു വെപ്രാളമാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, നിങ്ങളിത് പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും വഴിമുട്ടി തന്നെ പോവുക. നിങ്ങൾ കുമ്പസാരം നാളെ എന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനിരിക്കുന്ന അനുഗ്രഹവും നാളേക്കായി മാറുക, നാളേക്കായിട്ട് മാറുക. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. കർത്താവേ, നമ്മൾ വേറൊന്നും വേണ്ട പ്രിയപ്പെട്ട. നിങ്ങൾ ഒരുപക്ഷെ വിവാഹ ജീവിതം നയിച്ചവർ ഇങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഈ കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൂദാശയായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച് ജീവിച്ചു കൊള്ളാം, ഒരുമിച്ച് സഹിച്ചു കൊള്ളാമെന്നൊക്കെ. അതിന്ന് ഒരുമിച്ചാണോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അതിൽ തന്നെ കാണും 10 കാര്യം കുമ്പസരിക്കാൻ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുക, ഭർത്താവ് വേറെ മുറിയിലും ഭാര്യ വേറെ മുറിയിലും. കൂദാശ കൃത്യമാണോ? ആ വീട്ടിലെ മക്കളുടെ കല്യാണം നടക്കാൻ ദൈവം അനുഗ്രഹിക്കുമോ? ഇല്ല. കാരണം അവിടെ നടത്തിയ കൂദാശ പിരിഞ്ഞു നിൽക്കുക. അവിടെ ഇനി ഒരു കൂദാശ നടക്കണമെങ്കിൽ ഇത്തിരി പാടാ. ഒന്നീ മക്കൾ വേറെ ഇറങ്ങിപ്പോണം. ഓർക്കണം പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദൈവത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് എടുത്തൊരു തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൽ നിന്ന് മാറിയാണോ ജീവിക്കുന്നതെങ്കിൽ തിരിച്ചറിയണം. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഒരു സിനിമയിൽ വന്നൊരു പാട്ടിന്റെ വരിയുണ്ടേ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഒരിത്തിരി നേരം ഇരിക്കണം. അതെ, അവസാനം മരിക്കാനായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പം, ഞാനിങ്ങനെ കിടക്കുമ്പോ എൻ്റെ അടുത്ത് നീ വന്നത് ഇരിക്കണമെന്ന്. കേട്ടോ, പറയാൻ വാക്ക് കാണില്ല പ്രിയമുള്ളവരെ. ഈ കിടക്കുന്ന ഭർത്താവിന്, കിടക്കുന്ന ഭാര്യയ്ക്ക് ആ മരണം എത്തുന്ന നേരത്ത് നീ എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കണേന്ന്. ആ വരി തന്നെ മറ്റൊരു വരി പറയുന്നുണ്ടേ, ഒടുവിലായി അകത്തേക്കെടുക്കുന്ന ശ്വാസക്കതിരിൽ നിന്റെ ഗന്ധം ഉണ്ടാകണമെന്ന്. അവസാനം നമ്മൾ പിടിക്കുന്നൊരു ശ്വാസമില്ലേ, ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കിടപ്പ് ഇങ്ങനെ ഒരു പിടി പിടിക്കുവേ, അതിനകത്ത് നിന്റെ മണം ഉണ്ടാവണമെന്ന്. എൻ്റെ ഭാര്യയുടെ മണം, എൻ്റെ ഭർത്താവിന്റെ മണം, അതും പിടിച്ചോണ്ട് വേണമെന്ന് എനിക്ക് അങ്ങ് സ്വർഗത്തിലേക്ക് പോകാനെന്ന് ഈ ദേവാലയത്തിൽ വെച്ച് തീരുമാനമെടുത്ത്. അതാ പ്രിയമുള്ളവരെ, നിങ്ങളൊരു കൂദാശയില് വിശദമായിട്ട് നമുക്ക് നാളെ പറയാം അതിനെക്കുറിച്ച്. ദാമ്പത്യ ജീവിതത്തിലെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുമ്പസരിക്കേണ്ട പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം, ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധി കളങ്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് മുഴുവൻ നിങ്ങളുടെ മക്കളെ ആയിരിക്കും. അവരുടെ വഴി മൊത്തം അടഞ്ഞു കിടക്കായിരിക്കും, തുറക്കത്തില്ല. നാളെ കുമ്പസരിക്കാം. നാളെ മറ്റന്നാൾ തൊട്ട് ഇവിടെ അച്ഛന്മാർ ഒത്തിരി പേര് വരും കുമ്പസരിപ്പിക്കാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഈ ധ്യാനം കൂടുന്ന ആത്മാർത്ഥമുള്ളവരെല്ലാവരും തന്നെ കുമ്പസരിക്കണം പ്രിയമുള്ളവരെ. ഭർത്താവുമായിട്ട് പിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, ഭാര്യയായിട്ട് പിരിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, 2 മുറിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഒരുമിച്ചൊരു വീട്ടിലുണ്ടെങ്കിലും ആളുകൾ കാണെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തെയാണ് നമ്മൾ പറ്റിക്കുക. എൻ്റെ കൂദാശ ജീവിതത്തെ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് തീരുമാനമെടുക്കാം, നാളെ കുമ്പസരിക്കണം. ഒരുപക്ഷെ ഈ തന്നേക്കുന്ന ദൈവത്തിന് മുമ്പിൽ ദൈവം തന്നേക്കുന്ന ഈ ശരീരം എന്റെ ജീവിത പങ്കാളിക്ക് മാത്രം സമർപ്പിക്കപ്പെടേണ്ട ശരീരം, അതിനെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കുമ്പസരിക്കണം. അവിശ്വസ്തത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. 2 മാസം 40 വർഷമായത് അവിശ്വസ്തത മൂലമാണ്. 2 മാസം കാനാൻ ദേശം കാണാൻ 2 മാസം 40 വർഷമായി മാറിയത് അവിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടാ. ഈ ജനം അവിശ്വസ്തത പുലർത്തി എന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ എന്റെ കുടുംബം അവിശ്വസ്തമായിട്ടാണ് ജീവിക്കുന്നത്. നാളെ കുമ്പസരിക്കണം. മക്കൾക്ക് അപ്പനെ വിശ്വാസമുണ്ടോ? അപ്പന് മക്കളെ വിശ്വാസമുണ്ടോ? അപ്പന് ഭാര്യയെ വിശ്വാസമുണ്ടോ? ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമുണ്ടോ? ഈ അവിശ്വസ്തത എന്ന് പറയുന്നൊരു സാധനം ഇതാ. ഈ സാത്താൻ നമ്മുടെ വീട്ടിനകത്തൊക്കെ കയറി കിടപ്പുണ്ടോ? ഏതെങ്കിലും സ്ത്രീകളെ കുറിച്ച് നിങ്ങളുടെ വീട്ടിൽ സംസാരിച്ച് വഴക്കുണ്ടോ? ഏതെങ്കിലും പുരുഷന്മാരെ കുറിച്ച് സംസാരിച്ച് നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടോ? നാളെ കുമ്പസരിക്കണം. കാരണം ഇതങ്ങനെ സംസാരിക്കാൻ പാടില്ല. കാരണം ഇതെന്റെ കുടുംബമാണ്.
കുടുംബം കൊണ്ട് കത്താൻ തുടങ്ങും പ്രിയമുള്ളവരെ ഈ വാക്കുകൾ അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ. നീ നിന്റെ ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് പറയാറുണ്ടോ? ഏതെങ്കിലും പുരുഷനെ കുറിച്ച് പറയാറുണ്ടോ? അവർ നിങ്ങളുടെ ജീവിതത്തിന് സകല താളവും തെറ്റിക്കുന്നവരാണോ? നാളെ കുമ്പസാരിക്കണം കേട്ടോ. അനുഗ്രഹം പ്രാപിച്ച കുടുംബം ആവണം നമുക്ക്. അനുഗ്രഹം പ്രാപിച്ച കുടുംബം ആവണം. കാരണം ദൈവം വിഭാവനം ചെയ്ത കുടുംബ ജീവിതം ഇതല്ല പ്രിയമുള്ളവരെ. കുടുംബം ഇതല്ല. ഞാൻ വീണ്ടും വീണ്ടും അറിയാതെ കുടുംബത്തിലോട്ട് കയറിപ്പോവാ. ഞാൻ നിർത്തുക. നമുക്ക് ഇത് തന്നെ പറയാം, നാളെ മറ്റന്നാളും പറയാം കുടുംബത്തെക്കുറിച്ച്. കുടുംബത്തെക്കുറിച്ചൊന്നും 10 ദിവസം ധ്യാനം വെച്ചാലും തീരില്ല. കാരണം എല്ലാ ദൈവവിളിയും ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നാണ്. അവിടം സ്വസ്ഥമല്ലെങ്കിൽ ഈ പള്ളിക്കകത്ത് പോലും വന്നിരിക്കാൻ പറ്റത്തില്ല. ഈ ദേവാലയത്തിൽ പോലും നമുക്ക് വന്നിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീരുമാനമെടുക്കാം. മക്കളെ അകാരണമായി മർദ്ദിക്കുന്നവരുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. കാരണമറിയാതെ മക്കളെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ കുമ്പസാരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ നമുക്ക് കുമ്പസാരിച്ച് കഴിയുമ്പം എന്തെല്ലാം കിട്ടും? നമുക്ക് എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്നറിഞ്ഞാലേ അത് ചെയ്യാനൊരു താല്പര്യമുള്ളൂ. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ആദ്യം ചോദിച്ചു, ഇത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹോദരൻ ചോദിക്കുക, കുമ്പസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്തൊക്കെ കിട്ടും? പറ. ദൈവപ്രസാദപരം കറക്റ്റാണ്. 2 പാപമോചനം അല്ലേ? 3 സൗഖ്യം. 4 ആശ്വാസം. 5 നിത്യജീവൻ. ഈ 5 കാര്യങ്ങളാണ് ഒരൊറ്റ കുമ്പസാരത്തിൽ നമുക്ക് കിട്ടുന്നത്. ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടോ? ഒരു കിട്ടുന്നിടത്ത് നമ്മൾ വീണ്ടും വീണ്ടും പോകും. ഇന്നേ വരെ കിട്ടിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കിട്ടുന്നത്? പാപമോചനം, സൗഖ്യം, ആശ്വാസം, വരപ്രസാദം, നിത്യജീവൻ. ഈ 5 കാര്യങ്ങളാണ് ഒരു കുമ്പസാരത്തിൽ കിട്ടുന്നത്. നമുക്ക് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കൗൺസിലിങ്ങിന് പോകുമ്പം ആശ്വാസം കിട്ടും, ഉപദേശവും കിട്ടും. പക്ഷേ ഇവിടെ ഈ 5 കാര്യങ്ങൾ കിട്ടും. 5 കാര്യങ്ങൾ കിട്ടും. ഈ 5 കാര്യങ്ങളാണ് നമുക്ക് വീണ്ടും കുമ്പസരിപ്പിക്കാൻ തോന്നുന്നത്. ഒരു വലിയ സത്യസന്ധമായ കുമ്പസാരമാണെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ആശ്വാസം കിട്ടും. നമ്മൾ കരയും കുമ്പസാരക്കൂട്ടി. നമ്മുടെ പാപം കേൾക്കുമ്പോൾ കുമ്പസാരം കേട്ട പുരോഹിതൻ കരയും. കുമ്പസാരം കേട്ട പുരോഹിതൻ കരയും. കാരണം അത്ര സിൻസിയർ ആയിരിക്കണം. ആ കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കല്ലേ. നമ്മളിപ്പോഴും പണ്ട് സൺഡേ സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ച അതേ രീതി കുമ്പസരിക്കുന്നവരാ. പണ്ട് കാറ്റിസം ടീച്ചർ പഠിപ്പിച്ച അതേ കള്ളം പറഞ്ഞ് ചീത്ത വിളിച്ച് അമ്മച്ചി അടിച്ചു എടുത്ത് ഇങ്ങനെ മുട്ട് കുത്തുന്നതും കാണാം, ഇങ്ങനെ എഴുന്നേക്കുന്നതും കാണാം. എന്ത് പറഞ്ഞെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റുന്നൊരു സ്ഥലമാണോ ഈ കൂട്? നിങ്ങൾ ഇങ്ങനെ വന്ന് തലയും ചുറ്റിച്ചിരിക്കുക, ഇങ്ങനെ അങ്ങോട്ട് മുട്ടുകുത്തും, ഇങ്ങനെ അങ്ങ് എഴുന്നേക്കും. അച്ഛൻ എന്തോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പുരോഹിതൻ എന്ത് കേട്ട് ആലോചിച്ച് നോക്കണം. ഇതിന്റെ പേര് കള്ളക്കുമ്പസാരം എന്നാ പ്രിയമുള്ളവരെ. ഇത് അനുഗ്രഹം കിട്ടുന്ന കുമ്പസാരം അല്ല. ഇത് ചുമ്മാ നാട്ടു നടപ്പ് കാണിക്കുക. ചെയ്യണമല്ലോ, എന്നാ പോയെങ്കിരുന്നേക്കാം. ആരോടാ ഇതൊക്കെ? എടാ, എന്റെ അനുഗ്രഹം മുഴുവൻ ഒളിഞ്ഞു കിടക്കുന്നത് ഞാൻ ചെയ്ത വൃത്തികേടിനകത്താ. അത് ഞാൻ ഏറ്റുപറയുന്ന ഇടവാ. അതുപോലെ തന്നെ ഈ പലയിടങ്ങളിൽ നമ്മൾ കുമ്പസരിക്കാൻ നേരത്ത് കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരാൾ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതിന്റെ അങ്ങ് അടുത്ത് എന്നങ്ങ് നിൽക്കും. ഈ വല്ലവരുടെയും പാപം കേൾക്കുന്ന ഭയങ്കര സുഖമാണ്. എന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. എന്നിട്ടങ്ങ് നടക്കുക ചമഞ്ഞങ്ങ്. പ്രിയമുള്ളവർ, ഈ പാപം കേൾക്കാൻ ഒറ്റ മനുഷ്യനേ ഉള്ളൂ ഈ ലോകത്ത്. അത് ക്രിസ്തുവാ. അങ്ങനെ ചെന്ന് നിൽക്കില്ല ഒരിക്കലും. ഒരു 3 മീറ്ററെങ്കിലും അകലമിട്ടേക്കണം. ഒരുവനെയും വിധിക്കാൻ ഞാനല്ല. ഒരു 3 മീറ്ററെങ്കിലും അകലം വിട്ടേക്കണം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങണം. അവൻ ചെയ്ത പാപത്തെക്കുറിച്ചല്ല നമ്മൾ ഒരുങ്ങേണ്ടത്, ഞാൻ ചെയ്ത പാപത്തെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നാളെ നിങ്ങൾ കുമ്പസരിക്കുമ്പോൾ ഇന്ന് രാത്രി വീട്ടിൽ പോയി എഴുതാൻ അറിയുന്നവര് ഒരു കൊച്ചു കടലാസ് എടുത്തിട്ട് അതിനകത്ത് എഴുതണം.
ഇന്ന വാക്കുകൾ പറഞ്ഞു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ആരുണ്ട്? അപ്പം ഓക്കെ, ഇപ്പം ഈ ഇരിക്കുന്ന സഹോദരി, ഈ സഹോദരിയോട് എനിക്കങ്ങ് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഈ സഹോദരി കൊല്ലണമെന്ന് പറയും. എൻ്റെ ഒക്കെ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്ത് എന്നെ ചതിച്ച് ഈ സഹോദരി, ചുമ്മാതാട്ടാ, ഇത് വെറുതെ പറയാ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ സഹോദരിയെ കൊല്ലാനായിട്ട് ഒരു കത്തിയൊക്കെ എടുത്ത് കൊല്ലത്തുനിന്ന് വണ്ടി എടുത്ത് കോയിവിളയിലോട്ട് വരിക. ഈ സഹോദരിയെ കൊല്ലും ഞാനിന്ന് കേട്ടോ. അങ്ങനെ വണ്ടി ഓടിച്ച് ഞാൻ നേരെ വന്ന് കോയിവിള വന്ന് ഈ സഹോദരിയുടെ വീട്ടിൻ്റെ അടുത്തെത്തി വീട്ടിനകത്തോട്ട് വണ്ടി ഇട്ടിട്ട് ചെല്ലുമ്പം അവിടെ ഫ്രാൻസിസ് അച്ഛൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്നു. എനിക്ക് കൊല്ലാൻ പറ്റുമോ? ഞാൻ അച്ഛൻ്റെ കേട്ടോ, ഓക്കെ അച്ഛാ, ഓക്കെ. അപ്പം നമ്മൾ എന്നിട്ട് ഈ സഹോദരൻ തരാൻ കേട്ടോ, ഞാൻ പണി തരാമേ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് തിരിച്ചു പോയി. നമ്മൾ കൊല്ലുമോ? കൊല്ലത്തില്ല. ഈ സാധനം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടാക്കി. ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അങ്ങനെ ഞാനിത് കുമ്പസരിക്കാനായിട്ട് പോയി. ഈ പാപം ഞാൻ എങ്ങനെ കുമ്പസരിക്കണം? ഈ സഹോദരിയെ ഞാൻ കൊല്ലാനായിട്ട് കത്തി എടുത്തുകൊണ്ട് പോയി. ഇത് ഞാൻ എങ്ങനെ കുമ്പസാരക്കൂട്ടി പറയേണ്ടത്? അതെ, പറഞ്ഞോ. അതെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്ക് ഒരു വ്യാഴാഴ്ച ദിവസം 12 മണിക്ക് ഞാൻ കൊല്ലത്തുനിന്ന് ഒരു കാറ് എടുത്തുകൊണ്ട് കോയിവിളയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ കൊല്ലാനാണ്. ഞാൻ അവിടെ ചെന്ന് അവരെ കൊന്നു ഹൃദയത്തിൽ. പ്രിയമുള്ളത്, നിങ്ങൾ ഓർക്കണം, ഫ്രാൻസിസ് അച്ഛൻ ഇല്ലെങ്കിൽ ഞാൻ ഈ സഹോദരിയെ കൊല്ലും. അച്ഛൻ ഉള്ളത് കൊണ്ട് കൊന്നില്ല, മനസ്സിലായോ? പക്ഷെ ഹൃദയത്തിൽ ഞാൻ കൊന്നു കഴിഞ്ഞു. അപ്പൊ കുമ്പസരിക്കുന്ന എങ്ങനെയാ പറയണ്ടേ? കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഞാനൊരു കൊലപാതകം ചെയ്തു. ഇപ്പൊ മനസ്സിലായോ ഇത് എങ്ങനെ പറയണമെന്ന്? ഇങ്ങനെ പറയണ്ട കേട്ടോ. നമ്മൾ ഈ അറ്റവും മൂലേ പറയത്തുള്ളൂ. ഈ ചീത്ത വിളിക്കുന്നതൊക്കെ എപ്പോഴും വിളിക്കുന്ന കാര്യമാണ്. നമ്മൾ കുമ്പസരിക്കാൻ നേരത്തിൽ പറയുന്നൊരു കാര്യമുണ്ടേ, കർത്താവേ, ഇനി ഞാൻ ഈ പാപം ചെയ്യുകയാണെങ്കിൽ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കും. എന്താ എന്റെ പച്ച മലയാളം? കർത്താവേ, ഇപ്പൊ പറഞ്ഞ പാപം ഇനി പറഞ്ഞോണ്ട് ഈ കൂട്ടിനകത്തോട്ട് വന്നാ ഞാൻ ചത്തുപോട്ടെ എന്ന് അല്ലേ? അതല്ലേ ആ വാക്കിന്റെ അർത്ഥം? കർത്താവേ, ഇനി ഞാൻ ഈ പാപം ചെയ്യുകയാണെങ്കിൽ ഞാൻ മരിക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഇച്ചിരി മനോഹരമായിട്ട് സാഹിത്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. പച്ച മലയാളം ഇതാ. കർത്താവേ, ഇപ്പം ചെയ്ത പാപം ഇനി ഞാൻ ചെയ്തുകൊണ്ട് ഈ കൂട്ടിൽ കയറുകയാണെങ്കിൽ ഞാൻ ചത്തുപോട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഈ യേശു അന്ത്യത്താഴത്തിന്റെ സമയത്ത് തന്റെ അഭിഷേകമുള്ള കരം കൊണ്ട് അപ്പമെടുത്ത് യൂദാസിന് കൊടുത്തപ്പോൾ യൂദാസിൽ എന്ത് കയറിയെന്ന് നമ്മൾ വായിച്ചേ? സാത്താൻ കയറിയെന്ന്. ഓർക്കണേ, യേശുവിന്റെ അഭിഷേകമുള്ള കൈകൊണ്ട് ഈ അപ്പത്തിൽ തൊട്ടാൽ അതുപോലും അനുഗ്രഹിക്കപ്പെടും. ആ കൈകൊണ്ട് അപ്പം കൊടുത്തപ്പോൾ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, കൊടുത്തവന്റെ കുഴപ്പമാണോ സ്വീകരിച്ചവന്റെ കുഴപ്പമാണോ? സ്വീകരിച്ചവന്റെ കുഴപ്പം അല്ലേ? അങ്ങനാണെങ്കിൽ ഇവിടെ വന്ന് ഈ നാവ് നീട്ടി പരിശുദ്ധ കുർബാന ഒരുക്കമില്ലാതെ സ്വീകരിക്കുമ്പോൾ എന്താ നമുക്കുണ്ടാകുക? പറ. സാത്താൻ കയറും. യൂദാസിന്റെ ഗതി എന്തായിരുന്നു? കെട്ടിത്തൂങ്ങിപ്പോയി ചത്തു. 1 കൊരിന്ത്യരുടെ ലേഖനത്തിൽ 10 ഇങ്ങനെ പറയുക, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും ദുർബലരും ചിലർ രോഗികളും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണെന്ന് 1 കൊരിന്ത്യർ 11:29 പറയുന്നു. അതായത് പരിശുദ്ധ കുർബാന യോഗ്യതയുടെ കൂടെ അല്ലാതെ സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾ ചിലർ ദുർബലരായി, ചിലർ രോഗികളായി, ചിലർ മരിച്ചും പോയെന്ന്. അപ്പൊ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾ ഇവിടെ വന്ന് സ്വീകരിക്കുന്നത് യേശുവിൻ്റെ ശരീരമാണെന്ന ആ പൂർണ്ണ ബോധ്യം തന്നെ നിങ്ങൾക്കുണ്ടാകണം. കാരണം ഇതങ്ങോട്ട് അലിഞ്ഞില്ലാതാകുമ്പോൾ ഒരുക്കത്തിൽ അല്ലെങ്കിൽ ക്യാൻസർ വരെ വരാം എന്നാണ് വചനം പറയുന്നത്, ഞാൻ പറയുകയല്ല. നിങ്ങൾ ചിലർ ദുർബലരായി, കുംഭസാരം ഇല്ലാതെ വരപ്രസാദം ഇല്ലാതെ കുർബാന സ്വീകരിക്കുന്നേ, ചുമ്മാ നാട്ടുകാരെ കാണിക്കുമെന്ന് നാക്കി നീട്ടി കാണിക്കും, രോഗിയായി മാറുന്നു. നിർബന്ധമായിട്ട് ഈ കൂടെ ഇവിടെ വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാ. നിങ്ങൾ ഓടി വന്ന് നിങ്ങൾ എന്തെങ്കിലും തെറ്റിയെങ്കിൽ ഓടി വന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ തെറ്റ് ചെയ്തു പോയിട്ടോ, സോറി എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ
പറഞ്ഞ് രമ്യപ്പെട്ട് നേരെ വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതുകൊണ്ട് ഇത് ദേവാലയത്തെ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്നേ. ഇത് അതുവഴി കയറി ഇവിടെ വന്ന് നാവ് നീട്ടാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാം. ഇന്ന് രാത്രി നമുക്ക് തീരുമാനമെടുക്കാം. കുമ്പസരിക്കാതെ, വരപ്രസാദമില്ലാതെ ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ? മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ബാക്കിയുള്ള കൂദാശകളിലെല്ലാം നമുക്ക് കൃപാവരം ലഭിക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശയിലൂടെ നമുക്ക് എന്താ കിട്ടുന്നേ? ഈ കൃപാവരം തന്നവനെയും കൂടെ കിട്ടുക അല്ലേ? മനസ്സിലായോ? ബാക്കി 6 കൂദാശകളിലൂടെയും നമുക്ക് കൃപാവരം ലഭിക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശയിലൂടെ ഈ കൃപാവരം തന്നവനെയും കൂടെ അങ്ങ് എടുക്കുക. നമ്മൾ അതിൻ്റെ ദാതാവിനെയും കൂടെ നമ്മൾ അങ്ങ് എടുക്കുക. അപ്പം ആ ദാതാവിനെ എടുക്കുമ്പോൾ ഞാൻ പ്യൂരിറ്റി ഉള്ള ആളായിരിക്കണം, ഞാൻ വിശുദ്ധിയുള്ള ആളായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുമ്പസാരം നമ്മൾ നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് പറയുന്നേ. ഇന്ന് നമ്മുടെ വീട് ചതഞ്ഞ് കിടക്കുന്നെങ്കിൽ, കടഭാരത്തിൽ കിടക്കുന്നെങ്കിൽ, തകർച്ചയിൽ കിടക്കുന്നെങ്കിൽ, രോഗത്തിൽ കിടക്കുന്നെങ്കിൽ, മക്കൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നെങ്കിൽ, ഓർത്തോ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലെ കുമ്പസാരങ്ങൾ കറക്റ്റല്ല. 24 വർഷത്തിന് മുമ്പ് 98 ലക്ഷം രൂപ കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് ഞാൻ. എൻ്റെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം, ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഓരോ കുമ്പസാരങ്ങളിലുമാണ് എന്നെ ദൈവം ഇങ്ങനെ ഉപദേശിച്ച് ഇവിടം വരെ എത്തിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴും ഓർക്കണം, കുമ്പസാരത്തിലൂടെ ഒരു പുരോഹിതൻ നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശം സ്വർഗം തുറന്നു പറയുന്ന നിർദ്ദേശമാണ്. അത് അപ്പടി അനുസരിച്ചേക്കണം. ചിലപ്പോൾ പോയി മാപ്പ് പറയാൻ പറയും, പോയി അങ്ങ് പറഞ്ഞേക്കുക, പോയി രമ്യപ്പെട്ടേക്കുക. ചിലപ്പോൾ നമ്മൾ വലിയ പാപമൊക്കെ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ പുരോഹിതൻ പറയുവേ, 3 നന്മ നിറഞ്ഞ മറിയുമേ, 1 സ്വർഗസ്വനായ പിതാവിനെ പഠിക്കാൻ പറയും. നമ്മൾ വിചാരിക്കുകയോ, എടാ ഇത്രയും വലിയ പാപം ചെയ്തിട്ടും ഈ 3 നന്മ നിറഞ്ഞ മറിയുമേ 1 സ്വർഗസ്വനായ പിതാവിലെ പറഞ്ഞോളെന്ന്. പ്രിയമുള്ളവരെ, യഥാർത്ഥ അനുതാപത്തിൽ കുമ്പസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ 3 നന്മ നിറഞ്ഞ മറിയമേയും സ്വർഗസ്വനായ പിതാവേയും പറയാൻ പറ്റത്തില്ല. ചുണ്ട് കിടന്നിങ്ങനെ വിറയ്ക്കും, ഉള്ളു കിടന്നിങ്ങനെ പെടയ്ക്കും. കരച്ചിലുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റില്ല. നിങ്ങൾ ചുമ്മാ ആ 3 ഉള്ളു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങൾ എന്ന്, അതല്ല. ഹൃദയത്തിൽ നിന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കണമെങ്കിൽ പോലും പ്രിയമുള്ളവരെ, ഉള്ളു കിടന്ന് പിടയ്ക്കുന്ന ഒരു വല്ലാത്തൊരു ഞെരുക്കമുണ്ട്. അതാ സത്യകുമ്പസാരം. സത്യകുമ്പസാരം എന്ന് പറയുന്നതാ. ഈ പാപത്തിന്റെ പൊറുതി കുമ്പസാര കൂട്ടി കിട്ടുമ്പോൾ ആ പാപത്തിന്റെ പൊറുതി പുരോഹിതൻ പറയുന്നത്, വൈദികൻ പറയുന്നത് അതുപോലെ ചെയ്യണമെന്നാ. ഒട്ടും മാറ്റരുത്. ചിലടത്ത് പറയും, ചില വചനഭാഗം വായിക്കാൻ പറയും, ധ്യാനിക്കാൻ പറയും, എന്നിട്ട് അത് ജീവിക്കാനും കൂടെ പറയും 10 ദിവസം. ആ വചനം വായിച്ചിട്ട് അത് 10 ദിവസം ജീവിക്കണം. ക്ഷമിക്കാൻ പറയും. നിങ്ങൾ വണ്ടി പിടിച്ച് അവരുടെ താഴെ പോയി സോറി പറ. പാപ പൊറുതിയും കൂടെ ചെയ്തു കഴിയുമ്പോഴേ കുമ്പസാരം പൂർണ്ണമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധിയും ഈ കുമ്പസാരത്തിൽ ഇല്ലാതാകണം. ഈ കുമ്പസാരത്തോട് നമുക്ക് സ്നേഹം വരണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ടാവണം പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാന എന്താണെന്നറിയണം. പരിശുദ്ധ കുർബാന എന്താണെന്നറിയണം. അല്ലാതെ കുമ്പസാരത്തോട് നമുക്ക് സ്നേഹം വരില്ല. പരിശുദ്ധ കുർബാന എന്താണെന്നറിയാത്ത ഒരു വ്യക്തിക്ക് ഈ കുമ്പസാരത്തോട് സ്നേഹം വരില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാം, ഈ നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ കയറി ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടേ. ആ ഫോട്ടോ ഏതാണ്? തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്താ? ലോകത്തിൽ ഒരു ഫോട്ടോയ്ക്ക് ഇല്ലാത്ത പ്രത്യേകത ആ ഫോട്ടോയിലുണ്ട്. എന്താണത്? ഈശോയുടെ ഹൃദയം എടുത്ത് പുറത്ത് വെച്ചിരിക്കുക. ലോകത്ത് ആരുടെയും ഹൃദയം എടുത്ത് അങ്ങനെ പുറത്ത് വെച്ചിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ജനിച്ച നാൾ മുതൽ കാണുകയാണതെ, എന്തിനാണ് അതെടുത്ത് പുറത്ത് വെച്ചേക്കുന്നത്? നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ കാണുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോയിൽ ആ ഈശോയുടെ ഹൃദയം എടുത്ത് പുറത്ത് വെച്ചേക്കുന്നു. ഞാൻ വിശ്വാസം വന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യമൊക്കെ ഇതൊക്കെയാണ്. ഒരു മനുഷ്യരില്ലാത്ത പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ പ്രത്യേകത എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇന്നേ അവരെ ചോദിച്ചിട്ടുണ്ടോ ഇത്? എന്തിനാ ഹൃദയം എടുത്ത് പുറത്ത് വെച്ചേക്കുന്നതെന്ന്? എന്തിനാ ഹൃദയം എടുത്ത് പുറത്ത് വെച്ചത്?
പ്രിയമുള്ളവർ, ഒരു കാര്യം അർത്ഥം അറിയാതെ വീട്ടിലൊന്നും എടുത്തു വെക്കരുത്. കാര്യം അറിഞ്ഞിട്ട് എടുത്തു വെക്കാം. എന്നാലേ അതിൻ്റെ മുമ്പിലൊക്കെ പോയി ഇങ്ങനെ കൈ കൂപ്പുമ്പം ഒന്ന് കണക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് അറിഞ്ഞുകൂടാത്തൊരു സാധനം എടുത്ത് വെച്ചിരിക്കുക അവിടെ. അതറിയണം കേട്ടോ. അത് പറയുന്നതിന് മുമ്പ് ഒരു കഥ പറയണം പ്രിയമുള്ളവരെ. ഞാൻ സിമ്പിളായിട്ടൊക്കെ പറയാം, സമയക്കുറവുകൊണ്ട് സിമ്പിളായിട്ടൊക്കെ പറയാം. ഒരു നാട്ടിൽ വലിയ വേനലിൻ്റെ സമയം, വരൾച്ചയുടെ സമയം. അവിടുത്തെ ഒരു മരത്തിനകത്ത് ഒരു പെലിക്കൺ എന്ന് പറയുന്നൊരു പക്ഷി, നീണ്ട ചുണ്ടുള്ള, നിങ്ങൾ കണ്ടു കാണും ചില പള്ളിയുടെയൊക്കെ അൾത്താരയിൽ ഇങ്ങനെ വെച്ചേക്കും ആ പടം. ഇങ്ങനെ 2-3 കുഞ്ഞു കിളികൾ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ 3 കുഞ്ഞു കിളികളിരിക്കുന്നു, ഒരു കൂട്ടിനകത്തിരിക്കുന്നു. ഒരു അമ്മക്കിളി ഇങ്ങനെ ഇരിക്കുന്നു, കുഞ്ഞുങ്ങളിങ്ങനെ വാതുറന്നിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? പഴയ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു പക്ഷെ നമുക്കിപ്പോൾ ചിലപ്പോൾ ഇവിടെ കണ്ടേക്കാം. ഈ കഥയാണ് ഞാൻ പറയുന്ന കഥയാണ്. അതെന്തുകൊണ്ട് ദേവാലയത്തിൽ വെച്ചേക്കുന്നുള്ളത് ഞാൻ പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ 3 കിളികളെ അമ്മ മുട്ടയിട്ട് വിരിഞ്ഞിട്ട് ഈ അമ്മക്കിളി എന്ത് ചെയ്യുന്നറിയോ? ദൂരെ പറന്നു പോയിട്ട് എല്ലാ ദിവസവും തീറ്റ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പം ഈ നാട്ടിൽ ഭയങ്കര വേനലുണ്ടായി, വരൾച്ച ഉണ്ടായി. ഈ അമ്മക്കിളി പറന്ന് ദൂരെ പോയിട്ട് ആഹാരം കൊണ്ട് ഒന്ന് കൊടുക്കുകയായിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസമായി ഒന്നും കിട്ടിയില്ല. നമുക്കറിയത്തില്ല, നമ്മുടെ വീട്ടിൽ അമ്മച്ചിയും അപ്പച്ചനൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കില്ലേ കൊച്ചുനാളിൽ? കയ്യിൽ വല്ല എന്തെങ്കിലും ഉണ്ടോ? വടയുണ്ടാ, ഗുണ്ടുണ്ടാ, പപ്സുണ്ടാ? ഇവിടെയൊക്കെ അങ്ങനെ നോക്കിയിട്ടില്ലേ? ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കി നിൽക്കില്ലേ? അപ്പം അതുപോലെ ഈ അമ്മക്കിളി തിരിച്ചു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചതാണ് എൻ്റെ അമ്മയുടെ ചുണ്ടിൽ എന്തെങ്കിലും തീറ്റ കാണുമെന്ന്. അങ്ങനെ 1-ാമത്തെ ദിവസമായി. അതെ, ഓക്കെ. ഈ പടം നമ്മുടെ പല ദേവാലയങ്ങളിൽ ഇരിപ്പുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ കഥയാണ് ഞാനീ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത് ദേവാലയത്തിൽ വെച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെ 2-ാമത്തെ ദിവസമായി ഈ അമ്മ കുറച്ചും കൂടെ ദൂരേക്ക് പകർന്നു. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവന്ന് കിട്ടണം, അല്ലെങ്കിൽ അവർ ജീവിക്കില്ല. 2-ാമത്തെ ദിവസം ഈ അമ്മക്കിളിക്ക് ഒന്നും കിട്ടിയില്ല. 3-ാമത്തെ ദിവസം അമ്മക്കിളി അടുത്തുള്ള ദേശത്ത് പോയി പറന്നു. ഇന്നെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിക്കും. പ്രിയമുള്ളവരെ, അന്നും ഈ അമ്മയുടെ ചുണ്ടിൽ ഒന്നും കിട്ടിയില്ല തിന്നാൻ. അമ്മ പറന്നു വന്ന് ഈ കൂട്ടിൽ വന്നിരുന്നിട്ട് ഈ കുഞ്ഞുങ്ങളിങ്ങനെ തളർന്ന് കിടക്കട്ടെ. 3 ദിവസം വല്ലതും കഴിച്ചിട്ട് ഈ അമ്മയ്ക്കറിയാം ഏതാനും സെക്കൻഡുകൾക്കകത്ത് ഈ കുഞ്ഞുങ്ങൾ മരിക്കും. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? തൻ്റെ ഈ നീണ്ട കൂർത്ത ചുണ്ടുകൊണ്ട് തൻ്റെ നെഞ്ചിലെ രോമങ്ങൾ ഇങ്ങനെ പറിക്കാൻ തുടങ്ങി. കണ്ടില്ലേ? ആ രോമങ്ങൾ ഇങ്ങനെ പറിച്ചിട്ട് അതിനകത്തേക്ക് ഈ കൂർത്ത ചുണ്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് അകത്തുനിന്ന് ആ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ മാംസം ഇങ്ങനെ കൊത്തി എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളുടെ വായിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് പെടഞ്ഞു വീണങ്ങ് ചത്തു. പ്രിയമുള്ളവരെ, ദാ ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ചെറുപ്പക്കാരനും ചെയ്തത് അതല്ലേ? നിനക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടി അവൻ കുരിശിൽ മരിച്ചു. എന്നിട്ട് തന്റെ ഹൃദയ മാംസം ഭക്ഷിക്കാൻ തന്നു. തന്റെ ഹൃദയ മാംസം ഭക്ഷിക്കാൻ തന്നു. ഇന്ന് വന്ന് പരിശുദ്ധ കുർബാനയാന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഒന്ന് സ്വീകരിക്കുമ്പം യേശുവിന്റെ ശരീരത്തിലെ ഏത് ഭാഗത്തെ മാംസമാണ് നമ്മൾ ഭക്ഷിക്കുക? ഹൃദയത്തിന്റെ മാംസം. ഇനി പറ, നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഈ ഇതെടുത്ത് പുറത്തു വെച്ചേക്കുന്നത്? ആ പടത്തിൽ ഹൃദയം എടുത്ത് പുറത്തു വെച്ചേക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ ദൈവത്തിന്റെ ഹൃദയ മാംസം ഭക്ഷിക്കുന്ന ജനതയാണ് എന്നാ എൻ്റെ അർത്ഥം. ഞങ്ങളുടെ പ്രസാദം എന്താണ്? ദൈവത്തിന്റെ ഹൃദയ മാംസമാണ്. ഞങ്ങൾക്ക് വേറൊരു പ്രസാദവും പറ, വേറൊരു പ്രസാദവും കഴിക്കാൻ മിണ്ടുന്നില്ല. തന്റെ ഹൃദയമാംസം തന്നെ തന്ന ക്രിസ്തു പറയാണ്, ലോകത്തിലൊരു ദൈവവും ഇങ്ങനെ ചെയ്തിട്ടില്ല. തന്റെ ഹൃദയമാംസം തന്നെ വാങ്ങി ഭക്ഷിക്കാൻ തന്നു. അതുകൊണ്ടൊരു ക്രൈസ്തവന്റെ പ്രസാദം എന്താണ്? യേശുവിന്റെ ഹൃദയം. മറ്റൊരു പ്രസാദം ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ 1-ാം കൽപ്പനയുടെ ലംഘനം നാളെ കുമ്പസരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഉണ്ടെങ്കിൽ 1-ാം കൽപ്പനയുടെ ലംഘനം, അത് നാളെ കുമ്പസരിക്കണം. ദൈവത്തിന്റെ ഹൃദയമാംസം മാത്രം ഭക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയൊരു ജനതയാ പ്രിയമുള്ളവരെ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്തെ വിശുദ്ധ ലോഞ്ചീനോസ് എന്ന് പറയുന്ന വിശുദ്ധന്റെ പള്ളിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഈ വിശുദ്ധ ലോഞ്ചീനോസ് ആരാന്നറിയാവോ? യേശു കുരിശിലിങ്ങനെ മരിച്ചു കിടക്കുമ്പം കുന്തം കൊണ്ടുവന്നൊരു പട്ടാളക്കാരൻ കുത്തിയായിരുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞു, ആ പട്ടാളക്കാരൻ്റെ പേരാണ് ലോഞ്ചീനോസ്. ഗാഗുൽത്താ മലയിൽ നിന്ന് അവസാനം ഇറങ്ങിപ്പോയത് അയാളാന്നാ പറയുന്നത്.
തൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കില്ലായിരുന്നു. ഈ കുന്തം കൊണ്ട് കുത്തിയപ്പം അതിനകത്ത് വന്ന രക്തവും വെള്ളം കൂടെ കണ്ണി വീണിട്ട് കണ്ണിന് കാഴ്ച ലഭിച്ചു. അപ്പോഴും കുത്തിയതാ, മുട്ട് കുത്തിയതാ. പിന്നെ അവൻ ഗാഗുൽത്താമലയിൽ നടക്കുന്ന വിശുദ്ധിയിലേക്കാ. അയാൾ പിന്നീട് ആരായി മാറി? വിശുദ്ധനായി. ഒന്ന് ഓർത്തു നോക്കുക പ്രിയമുള്ളവരെ, അടിച്ചവനും കുന്തം കൊണ്ട് കുത്തിയവനൊക്കെ വിശുദ്ധനായി. ലോകത്ത് ഏത് മനുഷ്യനെ അടിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളത്? ഈ ദൈവത്തിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അടിച്ചവനും കുന്തം കൊണ്ട് കുത്തിയവനും ചാട്ടവർ അടിച്ചവനും ഒക്കെ വിശുദ്ധരായി മാറി. ലോകത്ത് ആർക്കും പറ്റില്ല അങ്ങനെ. ഈ ലോഞ്ചിനോസ് വിശുദ്ധനായി മാറി. ഈ വിശുദ്ധന്റെ പേരിലുള്ള ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന് പറയുന്ന സ്ഥലത്തെ ദേവാലയത്തിലാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. ഒരു ദിവസം ഒരു പുരോഹിതൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം പുരോഹിതനൊക്കെയാ, കാര്യമൊക്കെ ശരിയാ. പക്ഷേ ഈ പരിശുദ്ധ കുർബാനൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് ഇത് ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഒരു അപ്പം അല്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന മനുഷ്യനാ. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഈ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് ഇതങ്ങ് മാംസമായി. ഇത് അപ്പോഴേ താഴെ ഇട്ടിട്ട് ബോധം കെട്ടങ്ങ് വീണു പുരോഹിതൻ. ആളുകളെല്ലാം ഓടി വന്ന് അച്ഛനെ എടുത്ത് വിറകി കൊണ്ട് വെള്ളമെല്ലാം കൊടുത്തു. ഈ ബലിപീഠത്തിന് മേലെ ഒരു മാംസകഷ്ണം കിടക്കുക. ഇത് എവിടുന്ന് വന്നു ഈ മാംസകഷ്ണം? ആളുകൾ ഓടി വന്നൊരു പാത്രത്തിൽ ഈ മാംസകഷ്ണം എടുത്തിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ഓടിയിട്ട് അവിടെയുള്ള ഡോക്ടറൊക്കെ ടീമിനോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് പരിശോധിച്ചിട്ട് പറയണം ഇത് എന്തുവാണെന്ന്. അങ്ങനെ അവർ ഡോക്ടർമാർ സംഘം അകത്തേക്ക് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് ഇവരെല്ലാം ഇങ്ങനെ വിയർത്ത് കുളിച്ച് പേടിച്ച തിരിച്ചു വരുന്നേ ഇതിന്റെ റിസൾട്ടുമായിട്ട്. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി? അപ്പൊ ഈ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്കിത് എവിടുന്നാ കിട്ടിയേ? അപ്പൊ ഡോക്ടർ എന്തോ കാര്യം പറ. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മാംസമാണെന്ന്. കരങ്ങളടിച്ച് കർത്താവ് എന്ന് പറഞ്ഞേ, ഇത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ മാംസമാണെന്ന്. അതായത് ചത്ത മനുഷ്യന്റെ അല്ല പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണേ. അതായത് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെഷീൻ കൊണ്ടുവന്ന് എന്റെ ഹൃദയത്തെ പരിശോധിച്ചാൽ എന്ത് റിസൾട്ട് കിട്ടും, അത്ര ജീവിക്കുന്ന റിസൾട്ടാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഇന്നും ഇറ്റലിയിലെ ലാൻസിയാനോ പള്ളിയിൽ ഒരു കണ്ണാടി പെട്ടിക്കകത്ത് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമ്മുടെ മക്കൾക്കോ ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ പറയണം, പോയി മക്കളെ അത് പോയി കാണണമെന്ന്. ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇറ്റലിയിലെ ലാൻസിയാനോ പള്ളിയിൽ. അല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് മക്കളടുത്ത് പറയണം, ഗൂഗിളിൽ ഒന്ന് നോക്കി പറയണം, മക്കളെ ഇറ്റലി പള്ളിയിലെ ആദ്യത്തെ ദിവ്യാന അത്ഭുതം ഒന്ന് കാണണമെന്ന്. യൂക്കറിസ്റ്റ് മിറക്കിൾസ് ഇൻ ലാൻസിയാനോ എന്ന് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും ഈ മാംസകഷ്ണം. ലോകത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം അവിടുന്ന് തുടങ്ങുക. പിന്നെ നമ്മുടെ നാട്ടിലും ദേശത്തും ഒക്കെ ആയില്ലേ. അപ്പം എൻ്റെ ശരീരത്തിനകത്തേക്ക് എൻ്റെ നാവിലേക്ക് തരുമ്പോൾ അത് മാംസമായി മാറുന്ന, എൻ്റെ ശരീരം പോലെ ആയി മാറുന്ന ക്രിസ്തുവിന്റെ ശരീരം സ്വീകരിക്കാൻ വരുന്നതിന് എനിക്ക് യോഗ്യത ഉണ്ടാക്കുന്ന ഏക ഘടകം ദാ ഈ കുംഭസാര കൂട. അപ്പൊ ഈ പരിശുദ്ധ കുർബാന നിങ്ങൾ യോഗ്യതയുടെ കൂടെ അല്ല സ്വീകരിക്കുന്നെങ്കിൽ ഓർത്തോ പ്രിയമുള്ളവരെ, യൂദാസിന്റെ ഗതിയാണ്. കാരണം പാപം ചെയ്യുന്നത് ദൈവത്തെ ഒറ്റ കൊടുക്കുന്നത്. തൻ്റെ ഗുരുവിനെ ഒറ്റ കൊടുത്തിട്ട് വന്നിരുന്നിട്ട് അവനെ സ്വീകരിച്ചേ. ദൈവത്തിനെതിരെ പ്രവർത്തിച്ചിട്ടാണ് വന്ന് സ്വീകരിക്കുന്നതിലോ പണി കിട്ടിയിരിക്കും. പ്ലീസ്, ഒരാഴ്ച നിങ്ങൾ കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തിന്മ ഉണ്ടെങ്കിൽ, പാപം ഉണ്ടെങ്കിൽ വന്ന് പറയും, കർത്താവേ ഇന്ന് പറ്റില്ല കേട്ടോ, ഇന്ന് ഒത്തിരി അകലത്തിലാണ്, ഞാൻ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടേ, എനിക്ക് പറ്റില്ല, നെക്സ്റ്റ് വീക്ക് ഞാൻ വന്ന് കുമ്പസാരിച്ച് ഇതിനെ സ്വീകരിച്ചോളാം. അന്തസ്സില്ലേന് ഇത് ആരെ കാണിക്കാനാ? പ്രിയമുള്ളവരെ ഓർക്കണം, ഓരോ തവണയും നാവിലേക്ക് വെക്കുമ്പോ അത് നമ്മുടെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. ഇത് ഇവരെ വെറുതെ കിട്ടുന്നെന്ന് പറഞ്ഞ് വന്ന് സ്വീകരിക്കാനുള്ളതല്ല. ഇത് യേശുവിന്റെ ശരീരം, ഒരുക്കമുള്ള മനസ്സോട്, ഒരുക്കമുള്ള ഹൃദയത്തോട്. പ്രിയമുള്ളവരെ, നമ്മൾ ലോകത്ത് ആരുടെയെങ്കിലും ഹൃദയം ഇന്നവരെ ഭക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് അങ്ങനെ ഭാഗ്യം കിട്ടിയെങ്കിൽ അത് ഇവന്റെ ഹൃദയത്തെ മാത്രമാ അങ്ങനെ ഭക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയത്. ആ ഹൃദയത്തെ ഭക്ഷിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങണം പ്രിയമുള്ളവരെ.